Good evening to all IGNO learners. IGNO December 2024 എക്സാമിന് വേണ്ടിയിട്ട് വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും warm welcome to this Mastering IGNO Exam Strategies for Success workshop. സോ എല്ലാവരെയും ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ ഈ ഒരു വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം ചെയ്യാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, പലർക്കും അറിയുന്നുണ്ടാവും. കാരണം നമ്മുടെ ഇഗ്നോ എക്സാംസ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു എക്സാം അല്ല. നമുക്ക് കുറച്ച് കൂടുതൽ പ്രിപ്പറേഷൻസും പ്രാക്ടീസും ഒക്കെ ആവശ്യമാണ്. അപ്പൊ നല്ല സ്ട്രാറ്റജീസ് യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് ടിപ്സ് ഒക്കെ തന്നിട്ട് നിങ്ങളതിനെ വളരെ നല്ല രീതിയിൽ നല്ല സ്കോറോട് കൂടിയിട്ട് നിങ്ങളുടെ ഇഗ്നോ എക്സാംസ് ക്രാക്ക് ചെയ്യാനുള്ള കുറച്ച് ടിപ്സും ഹിൻസ് ഒക്കെയാണ് നമ്മൾ തരാൻ വേണ്ടി പോകുന്നത്. സയന്റിഫിക് ആയിട്ടുള്ള കുറച്ച് അപ്രോച്ചസ് പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ വളരെ നല്ല രീതിയിൽ സ്ട്രെസ് ഒക്കെ മാനേജ് ചെയ്ത് ഇപ്പോ എക്സാം ആണെന്ന് വിചാരിച്ചിട്ട് കുറെ സ്ട്രെസ് ഒക്കെ എടുത്തിരിക്കുന്ന ലേണേഴ്സിനാണെങ്കിൽ കൂൾ ആയ രീതിയിൽ വളരെ കോൺഫിഡന്റ് ആയിട്ട് എക്സാമിനെ ഫേസ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് നമ്മൾ ഈ വർക്ക്ഷോപ്പിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു കോണ്ടന്റിനെ എങ്ങനെയാണ് വളരെ നല്ല രീതിയിൽ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് മാനേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് പരീക്ഷയിൽ നല്ല സ്കോർ കിട്ടാൻ പറ്റുക എന്നുള്ള സ്ട്രാറ്റജീസ് എല്ലാം നമ്മൾ ഈ വർക്ക്ഷോപ്പിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു വർക്ക്ഷോപ്പ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇഗ്നോ എക്സാംസിന്റെ എക്സാം പാറ്റേണിനെ കുറിച്ചിട്ടും ഏതൊക്കെ സ്ട്രാറ്റജീസ് ആണ് നമുക്ക് എക്സാം നല്ല സിമ്പിൾ ആയിട്ട് എഴുതാനും നല്ല മാർക്ക് കിട്ടാനും വേണ്ടിയിട്ട് എന്തൊക്കെ സ്ട്രാറ്റജീസ് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. അതേപോലെ തന്നെ കുറച്ച് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള സ്റ്റഡി മെത്തേഡ്സും ടെക്നിക്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ എക്സാമിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനും അതേപോലെ തന്നെ സ്ട്രെസ് ഫ്രീ ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കുറെ ടിപ്സ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. സോ മാക്സിമം എല്ലാവരും വീഡിയോ ഒക്കെ ഓൺ ആക്കിയിട്ട് ഇന്ററാക്റ്റീവ് ആയിട്ട് ഈ സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളത് റിക്വസ്റ്റ് ചെയ്യാണ്. എല്ലാവരും ക്യാമറാസ് ഒക്കെ ഓൺ ആക്കിയിട്ട് മാക്സിമം ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് തന്നെ നമുക്ക് ഈ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകാം, ഈ വർക്ക്ഷോപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങളുടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ വർക്ക്ഷോപ്പിലെ ഓരോ എല്ലാ സെഷനും ശേഷം നമ്മൾ ഒരു Q&A ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ Q&Aയിൽ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാം. മാക്സിമം നിങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ വേണം. ഓക്കെ, സോ ഓവറോൾ ആയിട്ട് ഈ ഒരു സെഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 5 സെഷൻസ് ആണുള്ളത്. അതിൽ തന്നെ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ഇഗ്നോ എക്സാം അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പാറ്റേണിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് തരിക എന്നുള്ളതാണ് സെഷൻ 1ന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സെഷൻ 2 എന്ന് പറയുന്നത് സയന്റിഫിക് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് എക്സാം മാനേജ് ചെയ്യാം. സോ സയന്റിഫിക് എക്സാം മാനേജ്മെന്റ് ടെക്നിക്സ് ആണ് നമുക്ക് സെഷൻ 2ൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ദെൻ സെഷൻ 3ല് ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റുക, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ആൻഡ് സ്റ്റഡി ഇതെല്ലാം കൂടി മാനേജ് ചെയ്തിട്ട് എങ്ങനെ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ് സെഷൻ 3. സെഷൻ 4 ഇമ്പോർട്ടന്റ് ആയിട്ടും ഫോക്കസ് ചെയ്യുന്നത് സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ്. വളരെ കാമായി ഇരുന്നുകൊണ്ട് തന്നെ, ഇത്രയും പ്രഷറിലൊന്നും ഇരിക്കേണ്ട യാതൊരു ആവശ്യമില്ല, വളരെ കാമായി ഇരുന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കോൺഫിഡന്റോട് കൂടിയിട്ട് എങ്ങനെ എക്സാമിനെ ഫേസ് ചെയ്യാം എന്നുള്ളതാണ് സെഷൻ 4ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ സെഷൻ 5 നിങ്ങളുടെ ആക്റ്റീവ് ഇൻവോൾവ്മെന്റോട് കൂടിയിട്ട് ഒരു Q&A സെഷനിലൂടെ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരിക എന്നുള്ള ഒരു പാനൽ ഡിസ്കഷൻ ആണ് സെഷൻ 5. സോ നിങ്ങളുടെ എല്ലാവരുടെയും ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ, ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, നിങ്ങളുടെ ഡൗട്ട്സുകൾ ഷെയർ ചെയ്യാം, നിങ്ങളുടെ കൺസേൺസ് എല്ലാം അറിയിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ വേണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്യാമറാസ് എല്ലാം ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ആക്റ്റീവ് ആയിട്ട് ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കണം. അതേപോലെ തന്നെ സ്റ്റേ ഫോക്കസ്. നമുക്കറിയാം, നമുക്ക് നല്ല രീതിയിൽ എന്തായാലും എക്സാംസ് ക്രാക്ക് ചെയ്തിട്ട് നല്ല മാർക്സോട് കൂടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളത് ആയിരിക്കും നമ്മളുടെ എല്ലാവരുടെയും മോട്ടീവ്. സോ അതിന് വേണ്ടിയിട്ട് തന്നെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ കോൺഫിഡൻസ് ഒട്ടും പോവാത്ത രീതിയിൽ, ഒട്ടും സ്ട്രെസ് ഫ്രീ അല്ലാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് എക്സൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന എല്ലാ സ്ട്രാറ്റജീസും നമ്മൾ ഈ വർക്ക്ഷോപ്പിൽ ഡിസ്കസ് ചെയ്യും. So let's dive into the strategies that will help you unlock your full potential and achieve success in this December term end exam. So I invite Vani ma'am for session 1. Thank you, Jaishama. First of all, good evening. എല്ലാവരും എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് വീക്ക് സമയമൊന്നുമില്ല. ഇനി അടുത്ത വരുന്ന തിങ്കളാഴ്ച നമ്മുടെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവർക്കും അല്ല, ഇഗ്നുവിന്റെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാണ്. ഏകദേശം നമ്മളെല്ലാം പ്രിപ്പയർഡും ആണ്.
അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ ലാംഗ്വേജ് കണ്ടക്ട് ചെയ്യുന്ന ഈ ഒരു സെഷനകത്ത് എങ്ങനെ നമുക്ക് എക്സാമിനെ അഭിമുഖീകരിക്കാം. അപ്പൊ ആദ്യമായിട്ട് എക്സാം എഴുതുന്ന സ്റ്റുഡൻസിന് യൂഷ്വലി ഉണ്ടാവും ഡൗട്ട്, എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക, അല്ലെങ്കിൽ ഞാൻ ആ ഒരു ഫസ്റ്റ് എക്സാം എങ്ങനെ അപ്പിയർ ചെയ്യും, എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കണം. അപ്പൊ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അണ്ടർസ്റ്റാൻഡിങ് ടേം ആൻഡ് എക്സാമിനേഷൻ. ടേം എൻഡ് എക്സാമിനേഷൻ എന്താണെന്ന് ഫസ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കാം. അപ്പം ടേം ആൻഡ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി നമ്മുടെ ഓരോ വർഷവും അല്ലെങ്കിൽ സെമസ്റ്റർ വൈസ് ആണെങ്കിൽ ഓരോ സെമ്മിലും നമ്മളുടെ ആ ഒരു പഠിച്ചു വന്ന കാര്യത്തെ ബേസ് ചെയ്ത് അക്കാഡമിക് ആയിട്ട് നമ്മൾ വിലയിരുത്തുകയാണ്. അപ്പൊ ഇഗ്നു വർഷത്തിൽ 2 പ്രാവശ്യമാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. യൂഷ്വലി എന്താണ്, ജൂണിലും അതേപോലെ ഡിസംബറിലുമാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ അപ്പിയർ ചെയ്യാൻ പോകുന്ന എക്സാം എന്ന് പറഞ്ഞാൽ ഡിസംബർ 2024 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസംബർ 2 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഡിസംബർ 2 സ്റ്റാർട്ട് ചെയ്യുന്ന എക്സാം നമുക്ക് നെക്സ്റ്റ് ഇയറിൽ ജനുവരി 8 കൂടി കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ലാംഗ്വേജിൽ ലൈക്നൂല് തന്നെ സെമസ്റ്റർ വൈസും ഇയർ വൈസും എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കാം. അപ്പൊ ഇയർലി എക്സാം എഴുതുന്നവരുണ്ട്, സെമസ്റ്റർ വൈസ് എക്സാം എഴുതുന്നവർക്കുണ്ട്. ഇയർലി എക്സാമിൽ ഒരു 1 ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഇഗ്നുവിന്റെ എക്സാംസ് ഉണ്ടാവുക. സെമസ്റ്റർ വൈസ് ആണെങ്കിൽ ഓരോ സെമ്മ് കഴിയുമ്പോൾ, ഇപ്പൊ സെമസ്റ്റർ വൈസ് എന്ന് പറഞ്ഞാൽ BCA, BBA അതേപോലെ തന്നെ MBA, MCOM കാർക്കാണ് സെം വൈസ് എക്സാംസും കാര്യങ്ങളും വരുന്നുണ്ടാവുക. ബാക്കി എല്ലാവർക്കും എങ്ങനെയാണ്, ഇയർലി ആണ് എക്സാം വരുന്നുണ്ടാവുന്നത്. വർഷത്തിൽ 2 തവണയാണ് ഇഗ്നു എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ആണ്. യൂഷ്വലി നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്, ഡിസ്ക്രിപ്റ്റീവ് പാറ്റേൺ ആണ്. 20 മാർക്കിന്റെ വലിയ എസ്എ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് യൂഷ്വലി ചോദിക്കുന്നത്. ഫസ്റ്റ് നമ്മളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷ തന്നെയാണ് എന്ന് വ്യക്തമാക്കാം. ആദ്യത്തെ ഒരു 15 മിനിറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാനായിട്ട് മാത്രം നിങ്ങൾ എടുക്കുക. നമ്മളുടെ സബ്ജക്റ്റ് കറക്റ്റ് ആണ്, തന്നിരിക്കുന്ന ടൈം കറക്റ്റ് ആണ്, അതേപോലെ തന്നെ മാർക്കെല്ലാം 100 മാർക്കിന്റെ തന്നെ ആണോ എന്ന് നോക്കുക. ഓരോ ക്വസ്റ്റിന്റെയും മാർക്ക് നമ്മൾ നോക്കുക. യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്ന് ഫസ്റ്റ് ഒരു 1-2 പ്രാവശ്യമൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, 90 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമ്മൾ നോക്കുക, കാരണം നമുക്ക് എങ്ങനെ മാർക്ക് കിട്ടുക എന്നുള്ള വഴിയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ കറക്റ്റ് ആയിട്ട് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് നോക്കുക. കമ്പൽസറി ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഫസ്റ്റ് വരുന്ന പല ക്വസ്റ്റ്യൻസും കമ്പൽസറി ആയിട്ട് വരുന്നുണ്ട്. പല കുട്ടികളും ക്വസ്റ്റ്യൻ പേപ്പർ ശരിക്കും വായിക്കാഞ്ഞിട്ട് ഇത് സ്കിപ്പ് ചെയ്ത് പോവാറുമുണ്ട്. അപ്പം ചില ക്വസ്റ്റ്യൻസ് കമ്പൽസറിയും ചിലത് ഓപ്ഷണലും ആയിരിക്കും. നമ്മൾ ആദ്യം അതൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ട് വായിച്ചു നോക്കാം. അതിൽ നമുക്ക് സെക്ഷൻ എയും സെക്ഷൻ ബിയും സെക്ഷൻ സിയും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സെക്ഷൻ എ എന്ന് പറഞ്ഞാൽ യൂഷ്വലി എസ്എ ടൈപ്പ് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സെക്ഷൻ ബിയിൽ വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് വരാം. സെക്ഷൻ സിയിൽ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു PGയിലൊക്കെ പോയി കഴിയുകയാണെങ്കിൽ കേസ് സ്റ്റഡീസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് ടു വർക്ക് പ്ലേസ് ഒക്കെ ആണെങ്കിൽ പാസേജ് ആയിരിക്കും തരുന്നുണ്ടാവുക. പാസേജ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ എഴുതുക എന്നുള്ളതായിരിക്കും. അപ്പോൾ 3 രീതിയിൽ സെക്ഷൻ എയും സെക്ഷൻ ബിയും സെക്ഷൻ സിയും വെച്ച് ക്വസ്റ്റ്യൻ പേപ്പർ വരാം, അല്ലെങ്കിൽ സെക്ഷൻ എ മാത്രമായിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് വരാറുണ്ട്. പൊതുവെ ഡിസ്ക്രിപ്റ്റീവ് ആണ്, നമ്മൾ എഴുതുകയാണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഡയഗ്രംസ് ആഡ് ചെയ്യാം, ഫ്ലോ ചാർട്ട് അതുപോലെ ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ വെച്ച് നമ്മൾ എഴുതാനായിട്ട് ശ്രമിക്കാം. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 3000-4000 വേർഡ്സ് വേണമെന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ഒരു 5, 6, 7 പേജ് വരുന്ന രീതിയിൽ ആൻസർ എഴുതാൻ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. അല്ലാതെ വേറെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറില്ല യൂഷ്വലി. അപ്പൊ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ പൊതുവെ എന്താണ് ചെയ്യേണ്ടത്, ഒരു 6 അല്ലെങ്കിൽ 5, കുറഞ്ഞതാണ് 5 പേജ് എന്ന് പറഞ്ഞാൽ 6-7 പേജ് വരുന്ന രീതിയിൽ നമ്മൾ എഴുതണം. അതേപോലെ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 4 പേജെങ്കിലും വരണം. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ മിനിമം 2 പേജ് വരണം. അത് വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് വേണം. ആ ഒരു രീതിയിൽ എഴുതിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു മാർക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ നമ്മളത് എഴുതണം എന്നുള്ളതാണ്. നമ്മുടെ അസൈൻമെന്റ്, ലാംഗ്വേജിന്റെ അസൈൻമെന്റ്സ് എഴുതുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ക്ലിയർ ഐഡിയ കാണും. കാരണം നമ്മുടെ ഗൈഡ് ബുക്കിൽ തന്നിരിക്കുന്ന അതേ ഫോർമാറ്റ് തന്നെയാണ് നമ്മൾ പരീക്ഷയ്ക്ക് എക്സാമും എഴുതേണ്ടത്. എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിന് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. നമ്മുടെ വേ ഓഫ് ലാംഗ്വേജിൽ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബോഡി പാർട്ടാണ്. ബോഡി പാർട്ട് എന്ന് പറഞ്ഞാൽ കണ്ടന്റ് എഴുതുക എന്നുള്ളതാണ്. അവസാനം അതിനെ കൺക്ലൂഡ് ചെയ്ത് എഴുതുക. ഇതാണ് ഒരു എസ്സേയുടെ കറക്റ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ എന്താന്ന് വെച്ചാൽ, നമ്മൾക്ക് ചോദിക്കുന്ന ചോദ്യം എന്തോ അതിന്റെ ഒരു ബേസിക് ലൈൻ, ഒരു 2-3 സെന്റൻസ് അതിനെ ബേസ് ചെയ്ത് നമ്മളൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ദെൻ ആഫ്റ്റർ ദാറ്റ് അതിന്റെ കണ്ടന്റ് ആണ്. കണ്ടന്റ് എഴുതുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ,
കുറച്ച് ഡയഗ്രം ഒക്കെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് പ്രോസസ് ഒക്കെ ആണെങ്കിൽ ഒരു ഫ്ലോ ചാർട്ട് പോലെ തന്നെ ഇത് എഴുതാനായിട്ട് നോക്കുക. ദെൻ ആഫ്റ്റർ ദാറ്റ് ആ പോയിന്റ്സിനെ നമ്മൾ ഒന്നോ രണ്ടോ സെന്റൻസിൽ ഒന്ന് ഇലാബറേറ്റ് ചെയ്യാം. അതിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്സിനെ നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്യുക, ബോൾഡ് ചെയ്യുക, സബ് പോയിന്റ്സ് വരുമ്പോൾ അണ്ടർലൈൻ ഒക്കെ കൊടുത്തിട്ട് വ്യക്തമാക്കി നല്ല രീതിയിൽ അപ്പിയർ ചെയ്യുക. നമ്മളൊരു പാരഗ്രാഫായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്ന് കണ്ട് ഒറ്റ സ്ട്രെച്ചിൽ പാരഗ്രാഫായിട്ട് ഒരു 3-4 പേജ് എഴുതി വെച്ചെന്ന് വെച്ചാൽ ഒട്ടും നമുക്ക് മാർക്ക് കിട്ടത്തില്ല. മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ എഴുതണം. ഈ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ പേപ്പർ വായിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ എക്സാം, അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന ഇവാലുവേറ്റ് ചെയ്യുന്ന ഇവാലുവേറ്റർക്ക് മാർക്ക് ഇടാൻ തോന്നണം. ആ രീതിയിൽ നമ്മൾ ആ ഒരു പേപ്പർ പ്രസന്റ് ചെയ്യേണ്ടത്. നീറ്റ്നെസ് മസ്റ്റ് ആണ്. ആവശ്യമില്ലാതെ സ്ട്രൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ കുത്തിക്കുരുക്കി വെക്കുക, തെറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട് അങ്ങ് കുരുക്കി കുരുക്കി വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യല്. ജസ്റ്റ് ഒരു വര കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പ്രസന്റ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് മാർക്ക് കിട്ടുന്നത്. പോയിന്റ്സ് ഒക്കെ ഇലാബറേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ പോയിന്റ്സ് ഒക്കെ ബോൾഡ് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് സ്പെസിഫിക് ആയിട്ട് വെക്കുക. എന്തെങ്കിലും എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ കോട്ട് ചെയ്ത് എഴുതുന്നുണ്ടെങ്കിൽ ഒരു പെൻസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് നമ്മളൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. കാരണം അത് കാണണം, നമ്മളത് കൊടുക്കുന്ന കാര്യങ്ങൾ അത് വായിക്കുന്ന ആൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഏത് ആൻസർ ആണോ ആദ്യം അറിയാവുന്നത് അത് എഴുതുക നല്ല രീതിയിൽ. ഇപ്പൊ സെഷൻ ബിയിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് എനിക്ക് നല്ല രീതിയിൽ അറിയാവുന്നത്, ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് അറിയാവുന്നത്. അപ്പൊ സെഷൻ ബി എന്ന് കൊടുത്തിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് തന്നെ എഴുതുക. സെഷൻ ബി എന്ന് കൊടുത്തിട്ട് വേണം നിങ്ങൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് നമ്പർ ഫോളോ ചെയ്തോളാം എഴുതുക. കാരണം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം എഴുതി പോകാനായിട്ട് ശ്രമിക്കുക. അറിയാത്ത കാര്യങ്ങൾ പിന്നീടത്തേക്ക് മാറ്റി വെക്കുക. പിന്നെ എക്സാം എഴുതി കഴിഞ്ഞ് ഒരു അരമണിക്കൂർ നമ്മൾ മാറ്റി വെക്കണം. എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ ഈ എഴുതിയ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ നോക്കാം. ചില പരീക്ഷയൊക്കെ നമുക്ക് പ്രോബ്ലംസ് ഉള്ളതാണ്, കണക്കൊക്കെ വരുന്ന പരീക്ഷ നമുക്കുണ്ട്. അപ്പൊ അതിൽ കാൽക്കുലേഷൻ ഒക്കെ കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ചില പോയിന്റ്സ് നമ്മൾ വിട്ടുപോയി, അപ്പൊ ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുത്തിട്ട് അടുത്തത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ അതൊക്കെ ഒന്ന് മെമ്മറൈസ് ചെയ്ത് എല്ലാം എഴുതിയത് കൃത്യതയോടെ എല്ലാം കറക്റ്റാക്കി വെച്ചിട്ടുണ്ടോ, എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് നോക്കി വ്യക്തമായിട്ട് വെക്കുക. അതും നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാനും അവസാനത്തെ കുറച്ച് മിനിറ്റുകൾ നമ്മുടെ ആൻസർ ഷീറ്റ് നോക്കി വ്യക്തമാക്കാനും നമ്മൾ കണ്ടെത്തേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്യുക. ഇതേ രീതി തന്നെയാണ് 10 മാർക്കിന്റെ എക്സാമിനും എഴുതേണ്ടത്. പക്ഷെ പേജ് എന്റെ എണ്ണത്തിന് മാത്രം ഒരു വ്യത്യാസം വരുന്നു. ഒരു 4 പേജൊക്കെ എഴുതുക. ഇതേ രീതിയിൽ തന്നെ ഇൻട്രൊഡക്ഷനും അതേപോലെ തന്നെ ബോഡി പാർട്ടും അതേപോലെ ഫ്ലോ ചാർട്ടും ഒക്കെ ആഡ് ചെയ്തിട്ട് എഴുതുക. ദെൻ അവസാനം അതിനെ കൺക്ലൂഡ് ചെയ്യാനും ശ്രമിക്കുക. ഈ രീതി തന്നെ ഉപയോഗിക്കുക. പക്ഷെ എന്താണ്, ഒരു 4 പേജ് 5 പേജ് മതിയാവും 10 മാർക്കിന്റെ എക്സാം ആകുമ്പോൾ. 5 മാർക്കിന്റെ ആകുമ്പോൾ നമ്മളൊരു 2 പേജ് എഴുതിയാൽ മതി. അതെപ്പോഴും ഷോർട്ട് എസ്സേ ആണ്. കറക്റ്റ് കാര്യങ്ങൾ എഴുതിയാൽ മതി. എന്താണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അത് നമ്മൾ എഴുതുക. പൊതുവെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഓവറോൾ ആയിട്ട് അതിന് 20 മാർക്ക് തന്നെയായിരിക്കും. പക്ഷെ ഒരു 4 ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന 6 ക്വസ്റ്റ്യനിൽ നിന്നും 4 എണ്ണം എഴുതൂ എന്നായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് അതിൽ ഏറ്റവും അറിയാവുന്ന 4 എണ്ണം നമ്മൾ എഴുതുക. അത് കറക്റ്റ് കാര്യങ്ങൾ എഴുതി പോവാം. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾക്ക് അറിയാവുന്ന കാര്യം ആയിരിക്കത്തില്ല, അതിനെപ്പറ്റി ഇപ്പം ചോദിച്ചിരിക്കുന്നത് ഇമ്പോർട്ടൻസ് ആയിരിക്കാം, പക്ഷെ നമുക്ക് അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ അറിയത്തുള്ളൂ. എങ്കിലും അത് നിങ്ങൾ എഴുതുക. ഒരു കാരണവശാലും ക്വസ്റ്റ്യൻസ് ഫുള്ള് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. ഇപ്പൊ 8 ക്വസ്റ്റ്യൻസ് തന്നു, അതിലൊരു 5 എണ്ണം അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും 5 എണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. മിസ് എനിക്ക് അതിന്റെ 3 എണ്ണേ അറിയത്തുള്ളായിരുന്നു, ഞാൻ അത്രേ എഴുതിയുള്ളൂ എന്നൊരിക്കലും പറയരുത്. 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞാൽ 5 ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ബുക്ക്ലെറ്റ് ആണ്. യൂണിവേഴ്സിറ്റി തരുന്ന ബുക്ക്ലെറ്റ് എന്ന് പറഞ്ഞാൽ റൂൾഡ് ആണ്, വരയിട്ട പേപ്പറാണ്, അതിൽ 28 പേജേ ഉള്ളൂ. അപ്പൊ എക്സാം നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് തന്നിരിക്കുന്ന ബുക്ക്ലെറ്റിനകത്ത് പേജസ് 28 എണ്ണം ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ആദ്യം തന്നെ അത് ഉറപ്പുവരുത്തുക. എന്നിട്ട് ആ രീതിയിൽ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് പോവുക. ഏതെങ്കിലും നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ലാസ്റ്റിലേക്ക് എഴുതാൻ വെച്ചിട്ട് അറിയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ എഴുതി പോവുക. ആ 28 പേജ് അല്ലാതെ അഡീഷണൽ ഒരു പേപ്പർ നമുക്ക് യൂണിവേഴ്സിറ്റി തരത്തില്ല. അപ്പൊ ആ രീതിയിൽ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിരിക്കണം. അതും ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. പിന്നീടുള്ള കാര്യങ്ങൾ, എല്ലാ സബ്ജക്റ്റും നമുക്ക് 100 മാർക്കിന്റെ പരീക്ഷയല്ല. ബികോമും അതേപോലെ തന്നെ ആർട്സ് സബ്ജക്റ്റ് ഉള്ളവർക്കൊക്കെ നമുക്കൊരു കോമൺ പേപ്പർ ഉണ്ട്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതേപോലെ എൻവിറോൺമെന്റൽ സ്റ്റഡീസും. ഈ 2 പേപ്പറും നമുക്ക് 50 മാർക്കിന്റെ എക്സാം ആണ്. 100 മാർക്കിന്റെ അല്ല, 50 മാർക്കിന്റെ ആണ്. 100 മാർക്കിന്റെ എക്സാമിനാണ് നമുക്ക് 3 മണിക്കൂർ ടൈം ഉണ്ടായിരിക്കുക എഴുതാനായിട്ട്. 50 മാർക്കിന്റെ എക്സാം ആണെങ്കിൽ നമുക്ക് 2 മണിക്കൂറേ ടൈം കാണും. അത് നിങ്ങൾ ഓർത്ത് വെച്ചോളാം.
ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അതവിടെ ഉണ്ട് അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്നു നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും എൻവിറോൺമെന്റൽ സ്റ്റഡീസും നമുക്ക് 2 മണിക്കൂറേ ഉള്ളൂ, 50 മാർക്കേ അതിനുണ്ടാവും. അതിലെ എൻവിറോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആയിരിക്കും. നമ്മൾ സാധാരണ PSCയുടെ ഒക്കെ എക്സാമിനൊക്കെ എഴുതാൻ പോകുന്നത് പോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും OMR ഷീറ്റും ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുക. അത് ഡിഗ്രി സ്റ്റുഡൻസ് ഓർത്തു വെച്ചോളാം. എൻവിറോൺമെന്റൽ സ്റ്റഡീസിന് മൈനസ് മാർക്ക് ഒന്നും തന്നെ ഇല്ല, പക്ഷെ കൃത്യതയോടെ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന രീതിയിലായിരിക്കും നമുക്ക് പരീക്ഷ ഉണ്ടാവുക, ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ നല്ല രീതിയിലൊന്ന് വർക്കൗട്ട് ചെയ്ത് പോവുക. 50 മാർക്കിന്റെ പരീക്ഷയ്ക്ക് നമ്മൾക്ക് ജയിക്കാൻ വേണ്ടത് 18 മാർക്കും, അതേപോലെ 100 മാർക്കിന്റെ പരീക്ഷയ്ക്ക് ഡിഗ്രി സ്റ്റുഡൻസിന് ജയിക്കാൻ വേണ്ടത് 35ഉം, PG സ്റ്റുഡൻസിന് ജയിക്കാൻ വേണ്ടത് 40ഉം, പ്രത്യേകിച്ച് MBAക്കാർക്ക് ജയിക്കാൻ വേണ്ടത് 50ഉമാണ്. ഓർത്തു വെച്ചോളാം. 50 മാർക്കിന്റെ 2 പരീക്ഷയാണ് നമുക്കുള്ളത്, എൻവിറോൺമെന്റൽ സ്റ്റഡീസും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും. അതിന് നമുക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് 18ഉം, 100 മാർക്കിന്റെ പരീക്ഷയ്ക്ക് നമുക്ക് ജയിക്കാൻ വേണ്ടത് 35ഉം, PG സ്റ്റുഡൻസിന് 100 മാർക്കിൽ 40ഉം, MBAക്കാർക്ക് ജയിക്കാൻ വേണ്ടത് 50ഉമാണ്. ഇത്രയും നമ്മൾ ഓർത്തു വെക്കുക. പിന്നെ നമ്മളുടെ പരീക്ഷയുടെ ഒരു മാർക്കിന്റെ വെയിറ്റേജ് ആണ് പറയുന്നത്. ടേം എക്സാമിന് നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നു അതിന്റെ 70%വും, അസൈൻമെന്റിന് എത്ര മാർക്കാണോ നമുക്ക് ഔട്ട് ഓഫ് 100ൽ കിട്ടിയത് അതിന്റെ 30% എടുത്തിട്ടായിരിക്കും ഒരു സബ്ജക്റ്റിന്റെ അഗ്രിഗേറ്റ് സ്കോർ ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. ടേം എക്സാമിന് എത്രയാണോ നമുക്ക് ഔട്ട് ഓഫ് 100ൽ കിട്ടിയത് അതിന്റെ 70%വും, അസൈൻമെന്റിന് എത്രയാണോ കിട്ടിയത് അതിന്റെ 30%വും എടുത്തിട്ടാണ് ഒരു സബ്ജക്റ്റിന്റെ അഗ്രിഗേറ്റ് സ്കോർ നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. ഇത്രയാണ് നമ്മളുടെ ആ ഒരു എക്സാം പാറ്റേൺ, അല്ലെങ്കിൽ ഒരു എക്സാമിന്റെ ഒരു രീതിയും കാര്യങ്ങളും എല്ലാം പറഞ്ഞു വരുന്നത്. പിന്നെ കോമൺ ആയിട്ട് ആൾക്കാർ പറയും, ഇഗ്നൂലാണോ പഠിക്കുന്നത്, വളരെ ടഫായിരിക്കും, സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്, വളരെ ടഫായിരിക്കും, നിങ്ങൾക്കത് ഈസി ആയിട്ട് എഴുതിയെടുക്കാനൊന്നും സാധിക്കത്തില്ല എന്ന് പറയും. പറയുന്നതിൽ കാര്യമുണ്ട്, ടഫാണ്, എന്നാൽ ശരി, അതിനൊക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ലേൺവൈസ് ഇത്രയും കാര്യങ്ങൾ ചെയ്തിരുന്നത്. നിങ്ങളൊന്ന് ഓർക്കുക, നിങ്ങൾക്ക് PYQ വീഡിയോ തരുന്നുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോ തരുന്നുണ്ട്. കൂടാതെ തന്നെ ഫസ്റ്റ് ഇയറിലെ സ്റ്റുഡൻസിനായിട്ട് നമ്മൾ എക്സാം സ്പെഷ്യൽ സെഷൻസ് വെക്കുന്നുണ്ട് ഓരോ സബ്ജക്റ്റിന്റെ. ഇതാ ഇപ്പൊ തന്നെ നമ്മൾ സ്റ്റുഡൻസിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യാണ്, പരീക്ഷയെ നേരിടുന്നതിന് മുമ്പായിട്ട് എങ്ങനെ നേരിടണം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തരുന്നുണ്ട്. കറക്റ്റായിട്ട് നിങ്ങൾ അത് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ എല്ലാ എക്സാമും നിങ്ങൾക്ക് ക്ലിയർ തന്നെയാണ്. കാരണം ഇഗ്നുവിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ജയിക്കാൻ മാത്രമല്ല ഒരു എബോവ് ആവറേജ് സ്കോർ നമുക്ക് നേടാനായിട്ട് സാധിക്കും. ഇത്രയും കാലയളവിൽ നമ്മുടെ സ്റ്റുഡൻസിനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വരുന്ന രീതിയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് എന്തെല്ലാം പഠിക്കണമെന്ന് നിങ്ങൾക്ക് നമ്മൾ വ്യക്തമാക്കി തരുന്നുണ്ട്. ജസ്റ്റ് അത് പഠിക്കുക. നിങ്ങളുടെ ലേൺബേസിന്റെ ആപ്പിനകത്ത് എക്സാം സ്പെഷ്യൽ അല്ലെങ്കിൽ എക്സാമിനെ ബേസ് ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും തന്നിട്ടുണ്ട്, എക്സാം സ്പെഷ്യൽ ഗൈഡും കാര്യങ്ങളും ഒക്കെ തരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക. എക്സാമിന് നിങ്ങൾ കറക്റ്റ് ഓരോ സബ്ജക്റ്റും പഠിക്കാൻ നല്ല രീതിയിൽ വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ മിനിമം അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു മിനിമം ഒരു 2 ദിവസമൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ക്ലിയർ ചെയ്യാനുള്ളതേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം എന്ന് വ്യക്തമാക്കി തരുന്നുണ്ട് PYQ. ഏതൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, ഏത് ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അതിനെപ്പറ്റി ക്ലിയർ ആയ ഐഡിയ നമുക്കുണ്ടെങ്കിൽ ഏത് എക്സാംസും നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇഗ്നു എക്സാംസ് ടഫ് തന്നെയാണ്, പക്ഷെ നിങ്ങൾക്കത് ഈസി ആയിട്ട് നേരിടാനായിട്ട് സാധിക്കും. നമ്മുടെ PYQ വീഡിയോയും അതേപോലെ തന്നെ നിങ്ങളുടെ മെന്റേഴ്സ് തരുന്ന കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നുവിന്റെ എക്സാംസ് ക്ലിയർ ആകാനായിട്ട് സാധിക്കാവുന്നതാണ്. അടുത്തതാണ് നമ്മളുടെ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ അഡ്മിഷൻ എടുത്ത് ഓൺ ബോർഡിങ് അതേപോലെ സിലബസ് ഡീകോഡിങ്ങിലൊക്കെ കേൾക്കുന്ന ഒരു കാര്യമാണ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സമയം നമ്മൾ ഒരു സബ്ജക്റ്റിന് ഡിവോട്ട് ചെയ്യണം എന്നുള്ളതാണ്. ചില സബ്ജക്റ്റിന് നമുക്ക് 4 ക്രെഡിറ്റ് ആണ്, ചിലത് നമുക്ക് 6 ക്രെഡിറ്റ് ആണ്, ചിലത് 8 ക്രെഡിറ്റും വരാറുണ്ട്. യൂഷ്വലി നമുക്ക് 6ഉം 4ഉം ആണ് ക്രെഡിറ്റ് വരുന്നത്. എന്ന് വെച്ചാൽ എത്ര സമയം നമ്മൾ ആ ഒരു സബ്ജക്റ്റിന് വേണ്ടി ഡിവോട്ട് ചെയ്യണം. ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 അവേഴ്സ് എന്നാണ്, 30 മണിക്കൂർ എന്നാണ് പറയുന്നത്. അപ്പൊ 6 ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂർ എന്നാണ്, 180 മണിക്കൂർ എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു സബ്ജക്റ്റ് പഠിക്കാനായിട്ട് നമ്മൾ ഇത്രയും സമയം ചെലവഴിക്കണം എന്നാണ്. അപ്പൊ ക്രെഡിറ്റ് കൂടുതലുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ അതിന്റെ വാല്യൂ കൂടുതലാണെന്ന് മനസ്സിലാക്കിക്കോളൂ. അത് പഠിക്കാൻ അത്രയും ടൈം നമ്മൾ ഡിവോട്ട് ചെയ്യണം എന്നാണ് അർത്ഥം. അപ്പൊ ക്രെഡിറ്റ് വാല്യൂ കൂടുതലുള്ള സബ്ജക്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക, നല്ല രീതിയിൽ പഠിച്ചു പോവാം. ഇഗ്നുവിന്റെ എക്സാം
അത്യാവശ്യം ടഫ് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് ലേൺ വൈസിലെ സ്റ്റുഡൻസിന് ഒരിക്കലും ഇത് ടഫ് ആവില്ല. നിങ്ങൾ ഇത് കറക്റ്റായിട്ട് നമ്മളുടെ കാര്യങ്ങൾ ഇപ്പൊ തന്നെ എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ടുള്ള ടെക്നിക്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ബാച്ച് വൈസും ഓരോ കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നുണ്ട്. നിങ്ങളിത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ എഗെയിൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ ഒന്ന് നോക്കുക. കറക്റ്റായിട്ട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട്. അതിൽ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെയുള്ള ഇൻവിജിലേറ്ററെ അറിയിക്കുക. ഇന്ന ക്വസ്റ്റ്യൻസ് മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത്. കൂടാതെ കറക്റ്റായിട്ട് മാർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. കമ്പൽസറി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കുക. ഒരു കാരണവശാലും കമ്പൽസറി ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യരുത്. കൃത്യമായിട്ട് അത് എഴുതി പോവുക. 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറയുകയാണെങ്കിൽ 5 ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഒന്നും സ്കിപ്പ് ചെയ്യരുത്. 28 പേജ് ഉള്ളൊരു ബുക്ക്ലെറ്റ് ആണ് നമുക്ക് തരുന്നത്. അതിനകത്ത് നിൽക്കുന്ന രീതിയിൽ ആൻസേഴ്സ് എഴുതാനായിട്ട് ശ്രമിക്കുക. പൊതുവെ നമുക്ക് 3 സെഷൻസ് ആയിട്ടാണ് സെക്ഷൻ എ, ബി, സി കാറ്റഗറിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. 20 മാർക്കിന്റെയും 10 മാർക്കിന്റെയും 5 മാർക്കിന്റെയും എക്സാംസ് നമുക്ക് വരുന്നുണ്ടാവും. അപ്പൊ അത് കൃത്യതയോടെ മനസ്സിലാക്കി പോവുക. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കുറഞ്ഞതൊരു 5 പേജെങ്കിലും, മിനിമം ഒരു 5 പേജെങ്കിലും നിങ്ങൾ എഴുതുക. 10 മാർക്കിന്റെ ആണെങ്കിൽ മിനിമം ഒരു 3-4 പേജ് എഴുതുക. 5 മാർക്കിന്റെ ആണെങ്കിൽ 2 പേജെങ്കിലും എഴുതുക. അതിന് കറക്റ്റായിട്ട് ഒരു ബോഡി പാർട്ട് ഉണ്ട്. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് അതിന്റെ കണ്ടന്റ് ആഡ് ചെയ്യുക. ദെൻ ആഫ്റ്റർ ദാറ്റ് അതിനെ കൺക്ലൂഡ് ചെയ്യാം. മാക്സിമം അതിനകത്ത് ഡയഗ്രാംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വളരെ അട്രാക്റ്റീവ് ആയിട്ട് അപ്പിയറൻസിൽ നല്ല നീറ്റായിട്ട് നമ്മൾ എഴുതാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഉപയോഗിക്കുന്ന പേനയുടെ കാര്യമാണ്. ബോൾ പെൻസ് മാത്രം ഉപയോഗിക്കുക. ഒരിക്കലും ഇങ്ക്, ജെല്ല്, പെൻ ഉപയോഗിക്കരുത്. ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ബ്ലൂ ഇങ്ക് ആണെങ്കിൽ ബ്ലൂ മാത്രം ഉപയോഗിക്കുക. ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്സ് വരുവാണെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുക. അതിനെ ഒന്ന് ബോൾഡാക്കി അണ്ടർലൈൻ ചെയ്തൊക്കെ വ്യക്തമാക്കി കൊടുക്കുക. ഓക്കെ. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെന്റ് തന്നെയാണ്. നമുക്ക് പരീക്ഷ എഴുതി കഴിയുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആയിട്ടാണോ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്പർ എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കുക. ആൻസർ ഷീറ്റ് നല്ല രീതിയിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അത് സബ്മിറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ആൻസർ ഷീറ്റിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അവിടെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. നമ്മുടെ എൻറോൾമെന്റ് നമ്പർ കൂടാതെ നമ്മളുടെ സിഗ്നേച്ചർ, ഇൻവിജിലേറ്ററിന്റെ സിഗ്നേച്ചർ അതിൽ വന്നു നോക്കുക. ഡേറ്റും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആക്കി നമ്മൾ എഴുതാനായിട്ട് ശ്രമിക്കുക. പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ നമ്മുടെ ID കാർഡും അതേപോലെ തന്നെ നമ്മുടെ ഹോൾ ടിക്കറ്റും കൊണ്ടുപോവുക. ഹോൾ ടിക്കറ്റിനകത്ത് നിങ്ങളുടെ ഇമേജ് വന്നിട്ടില്ല, നിങ്ങളുടെ പിക്ചർ ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹോൾ ടിക്കറ്റിനകത്ത് പാസ്പോർട്ട് സൈസ് ഒരു ഫോട്ടോ ഒട്ടിച്ചുകൊണ്ട് പോവുക. അവിടെ ചെന്നതിന് ശേഷം ഇൻവിജിലേറ്റർ അതിനകത്തിൽ ക്രോസ് സൈൻ ഇടാൻ പറയുകയാണെങ്കിൽ മാത്രം നിങ്ങളത് ചെയ്യുക. ഓക്കെ. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഹോൾ ടിക്കറ്റും ID കാർഡും നിങ്ങൾ മസ്റ്റായിട്ട് കൊണ്ടുപോവുക. പിന്നീടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു മെത്തോളജിയാണ്. നമ്മുടെ PYQ വീഡിയോ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. അതേപോലെ തന്നെ എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഓരോ ബാച്ച് വൈസും വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റിനെയും ബേസ് ചെയ്ത് അതിൽ ഓരോ സബ്ജക്റ്റും എങ്ങനെ പഠിക്കണം, എന്തുമാത്രം ടൈം എടുക്കണം എന്ന് വ്യക്തമാക്കി പറയുന്നുണ്ട്. അതെല്ലാം നിങ്ങളൊന്ന് കാണുക. വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പഠിച്ച് നല്ല രീതിയിൽ എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക. വിഷ് യു ഓൾ ദി സക്സസ്. നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിൽ എഴുതാനും എക്സൽ ചെയ്യാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു എക്സാമിനെ എങ്ങനെ അപ്പിയർ ചെയ്യണം, അതിന് ആവശ്യമായ സയന്റിഫിക് ടെക്നിക്സ് പറഞ്ഞു തരാനായിട്ട് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സുനേറ മാമിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഓവർ ടു യു മാം. താങ്ക് യു സോ മച്ച് വാണി മാം. എല്ലാവരും എക്സാമിന്റെ സ്ട്രാറ്റജീസും ഇഗ്നോ എക്സാംസ് എങ്ങനെയാണ്, ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, എങ്ങനെ എഴുതണം, എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും വളരെ വ്യക്തമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് വാണി മാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എക്സാം മാനേജ്മെന്റിനെ പറ്റിയിട്ട് സംസാരിക്കാം അല്ലെ. അപ്പൊ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയന്റിഫിക് എക്സാം മാനേജ്മെന്റ് ടെക്നിക്സ്. ഇപ്പോൾ എക്സാം മാനേജ്മെന്റിനെ പറ്റിയൊക്കെ കുറെ പ്രാവശ്യം നിങ്ങൾ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ ക്രാക്ക് യുവർ ഇഗ്നോ എക്സാംസ് എന്നൊക്കെ പറഞ്ഞ സെഷനുകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒന്ന് സംസാരിക്കാം. ഇപ്പൊ നമുക്ക് ഇവിടെ എത്ര പേരുണ്ട്? നമ്മുടെ പാർട്ടിസിപ്പൻസ് ഏകദേശം 250 ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും പാർട്ടിസിപ്പൻസ് ആണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പൊ ഈ 250 പേരെ എടുത്താൽ ഇത്രയും ആളുകളും ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടായിരിക്കും അല്ലെ പഠിക്കുന്നുണ്ടാവുക. ചില ആളുകളൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിച്ചു തീർക്കും. അന്ന് രാത്രി തന്നെ എല്ലാം പോയി പഠിച്ച് മടക്കി വെച്ച് ഓക്കെ ആക്കും. ചിലരാണെങ്കിൽ എക്സാമിന്റെ ഡേറ്റ് കിട്ടിയാലേ പഠിക്കുള്ളൂ. ചിലരാണെങ്കിൽ എന്റെയൊക്കെ ടൈപ്പ് ആണെങ്കിൽ എക്സാമിന്റെ തലേന്ന് മാത്രമേ പഠിക്കുള്ളൂ. ഇങ്ങനെ കുറേ ടൈപ്പ് ആയിരിക്കും ഓരോരുത്തരും പഠിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കുന്നവർക്ക് പോലും പെട്ടെന്ന് നമുക്ക് മെമ്മറൈസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്റ്റഡി പ്ലാൻ തന്നെയാണ്.
നമ്മുടെ സ്റ്റഡി പ്ലാൻ നമുക്ക് മുമ്പേ തന്നെ കാലേക്കൂട്ടി നമ്മൾ തീരുമാനിക്കണം. അല്ലാതെ വെറുതെ നമ്മൾ പറയുന്ന പോലെ അവിയൽ പരുവമാക്കി വെച്ച് അവിടുന്ന് കുറച്ച് പഠിച്ച് ഇവിടുന്ന് കുറച്ച് പഠിച്ച് ആ ഒരു രീതിയിൽ ഒരിക്കലും നമ്മൾ ഫോളോ ചെയ്യാൻ പാടില്ല. ഈവൻ നമ്മൾ തലേന്നാണ് പഠിക്കുന്നതെങ്കിൽ പോലും നമുക്കൊരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കേണ്ടത്? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സബ്ജക്റ്റിനെ പറ്റിയിട്ടാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കോർ സബ്ജക്ട്സും ഉണ്ട്. ബി എക്കാർക്കാണെങ്കിൽ കോർ സബ്ജക്ട്സും അതുപോലെ ഇലക്ടീവ് പേപ്പേഴ്സും ഒക്കെ ഉണ്ട് അല്ലെ. എം എക്കാർക്കാണെങ്കിൽ കോർ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എടുക്കേണ്ടത് ആദ്യം തന്നെ ക്രെഡിറ്റിൽ എങ്ങനെ, നേരത്തെ വാണിമാം പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് ക്രെഡിറ്റ് എന്നൊക്കെ അല്ലെ. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ആദ്യം സെലക്ട് ചെയ്യാനായിട്ട്. ചില പേപ്പേഴ്സിനൊക്കെ പ്രത്യേകിച്ച് കോർ പേപ്പേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഹൈ ക്രെഡിറ്റ് ആയിരിക്കും ഉണ്ടാവും. ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ടാവും. ഇനി അത് മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും ഓരോ പേപ്പറിന് ഒരു താല്പര്യവും അല്ലെങ്കിൽ ഓരോ പേപ്പറിനെ പറ്റിയിട്ടുള്ള അറിവും ധാരണയും ഒക്കെ ഉണ്ടാവും അല്ലെ. ഇപ്പോൾ മാത്സ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ സ്റ്റാറ്റി പോലെയുള്ള പേപ്പറൊക്കെ ഇഷ്ടമായിരിക്കും. അതുപോലെ ചില ഇലക്ടീവ് പേപ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കുറെ പേരുണ്ട്. അപ്പൊ നമുക്കറിയാം എന്റെ പേപ്പേഴ്സ് ഇതിൽ എനിക്ക് ഇത്ര എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും, ഈ പേപ്പർ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ നമ്മളെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തേണ്ട സബ്ജക്ട് ഏതാണ്, കൂടുതൽ ഞാൻ ഒന്നുകൂടെ റിവൈസ് ചെയ്യേണ്ട സബ്ജക്ട് ഏതാണ് എന്നൊന്ന് ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് വേണം ആദ്യം തന്നെ നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയെടുക്കാൻ. ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത് അതാണ്. ഓക്കെ, അതിൽ നമുക്ക് ഒന്നുകിൽ നമ്മുടെ ക്രെഡിറ്റ് സിസ്റ്റം ഫോളോ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ തന്നെ ഒരു രീതി അല്ലെ. നമുക്കറിയാവുന്നതും എളുപ്പമുള്ളതും എളുപ്പമില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള പേപ്പേഴ്സിന് നമുക്ക് ഇതിനെ പോലെ ഒന്ന് ഒരു ഗ്രൂപ്പ് വൈസ് ആയിട്ടോ അല്ലെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നത്. ഇനി രണ്ടാമത്തെയാണ് എങ്ങനെ ഈ പറഞ്ഞ സ്റ്റഡി പ്ലാനിനെ ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സിലബസ് ആദ്യം തന്നെ ഏതെങ്കിലും ഒരു പേപ്പർ, ഇപ്പോൾ സൈക്കോളജിയിൽ ഒരു ബയോ സൈക്കോളജി എന്ന് പറയുന്ന ഒരു പേപ്പർ എടുത്തു. അപ്പൊ അതിൽ എത്ര 4 യൂണിറ്റ് ഉണ്ട് അല്ലെങ്കിൽ 4 ബ്ലോക്ക് ഉണ്ട് എന്ന് വിചാരിക്കാം. ആ 4 ബ്ലോക്കിലും എത്ര യൂണിറ്റ്സുകളാണ് ഉള്ളത് എന്നൊന്ന് ഓർത്ത് വെക്കുക. അതിൽ ഓരോരോ ടോപ്പിക്സിനെ, ഇപ്പോൾ ഒരു യൂണിറ്റിനെ സ്പെസിഫൈ ചെയ്തെടുത്താൽ ഇത്രയും ടോപ്പിക്സ് ഉണ്ട്, അതിൽ ഓരോ ടോപ്പിക്കിനെയും ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ആദ്യം ഈ ടോപ്പിക് പഠിക്കാം, എന്നിട്ട് ഈ ടോപ്പിക് പഠിക്കാം. അതിൽ കുറച്ചുകൂടി ഡിഫിക്കൽട്ടി ഉള്ള ടോപ്പിക് ഏതാണ്, പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന, മേ ബി ഒരു ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ സിമ്പിൾ ആയിരിക്കും അല്ലെ. അതുപോലെയുള്ളതൊക്കെ ഒന്നോ രണ്ടോ വട്ടം വായിച്ചു പോവുക. കുറച്ചുകൂടെ ടഫ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ റിപ്പീറ്റഡ്ലി വായിക്കാനുള്ള ടൈം നമ്മൾ കണ്ടെത്തുക. ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യാനും അതേപോലെ പ്ലാൻ ഉണ്ടാക്കിയെടുക്കാനും. നമുക്ക് താല്പര്യമുള്ളത് മാത്രമല്ല, നമുക്ക് ടഫ് ആയിട്ടുള്ളതിനും കൂടെ നമ്മൾ ഒരു എക്സ്ട്രാ ടൈം എടുക്കണം. ഇപ്പൊ ചിലരൊക്കെ ഉണ്ട് നല്ല പഠിക്കാൻ ഇഷ്ടമുള്ള പേപ്പറും അല്ലെങ്കിൽ പഠിക്കാൻ ഇഷ്ടമുള്ള ടോപ്പിക്കൊക്കെ വേഗം ഇരുന്ന് പഠിക്കും അല്ലെ, വേഗം ഇരുന്ന് പഠിക്കാനും നോക്കാനും ഒക്കെ ശ്രമിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ള സമയത്ത്, നമുക്ക് പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ചില സമയമുണ്ട്, ഭയങ്കര ഒരു മോട്ടിവേഷനൊക്കെ കയറി ഞാൻ ഇന്ന് തന്നെ എല്ലാം പഠിച്ചു തീർക്കും എന്നൊക്കെ പറയുന്ന ഒരു ഭയങ്കര വൈബിൽ കയറി വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു പേപ്പർ എടുത്ത് വെച്ച് പഠിക്കാം. ഓക്കെ, ഇനി വളരെ ബോറടിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ താല്പര്യമുള്ള പേപ്പേഴ്സിനെ നമുക്ക് എടുത്തിട്ട് പഠിക്കാം. ഓക്കെ, ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ. അതേപോലെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, നമ്മുടെ ഓരോരോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ ചിലപ്പോൾ പലരും ഇപ്പോൾ മെന്റേഴ്സിന്റെ അണ്ടറിലുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ പലരും ചെയ്യുന്നുണ്ടാവും അല്ലെ. നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്സിനെയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സിനെയൊക്കെ ഇപ്പൊ എനിക്കൊക്കെ പല സ്റ്റുഡൻസും ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പറയട്ടെ മാം, കേൾക്കുവോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഇത് വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ടോപ്പിക്സിനെ സ്വയം ഒന്ന് കണ്ണാടിന്റെ മുമ്പിലൊക്കെ നിന്ന് ഉറക്കെ ഒന്ന് സംസാരിച്ചിട്ടൊക്കെ അതിനൊന്ന് റിവൈസ് ചെയ്തെടുക്കാവുന്നത് ഒരു രീതിയാണ്. ആ ഒരു രീതി നമുക്ക് ഫോളോ ചെയ്താൽ വളരെ വളരെയധികം ഉപകാരം ഉള്ള ഒരു കാര്യമായിരിക്കും. ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, അപ്പൊ ആ സമയം നമ്മൾ അടുത്ത ഒരു ടോപ്പിക് തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ അതൊന്ന് പഠിച്ചിട്ടുണ്ടോ, ഓക്കെ ആണോ എന്നുള്ള തരത്തിൽ അതിനെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഈ ഒരു രീതിയിൽ നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ തുടക്കത്തിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിന് ലാസ്റ്റ് ടൈമിലുള്ള പ്രിപ്പറേഷൻ ആണെങ്കിൽ നമുക്ക് വളരെ ഒരു ധാരണ ഉണ്ടാവും, ഇത്രയും ടൈം സ്പെൻഡ് ചെയ്താൽ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ഓരോ പേപ്പറിനും ഇത്രയും ടൈം അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും എന്ന രീതിയിൽ നമ്മൾ ഒരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ഏകദേശം ഒന്ന് വായിച്ചു ഓരോരോ ടോപ്പിക്കും അല്ലെങ്കിൽ ഓരോ ബ്ലോക്കും ഒക്കെ 1-2 പ്രാവശ്യമൊക്കെ വായിച്ചു, അത്യാവശ്യം പഠിച്ചു, കാര്യങ്ങളൊക്കെ ആക്കി. ഇനി ഇതിനെ മെമ്മറിയിൽ നിൽക്കുന്നുണ്ടോ, മെമ്മറിയിൽ ഉണ്ടോ എന്നുള്ള കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അല്ലെ. നമുക്കിപ്പോൾ ഒരു എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചാലഞ്ചാണ് ഈ മെമ്മറി പ്രോബ്ലം അല്ലെങ്കിൽ ഫോർഗെറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ മറവി അനുഗ്രഹമാണ് എന്നൊക്കെ നമുക്ക് വെറുതെ ഒരു ഭംഗിക്കൊക്കെ പറയാം അല്ലെ. എക്സാം വരുന്ന സമയത്ത് അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശാപം. അപ്പം ഈ ഒരു കാര്യം മറവിനെ ഒന്ന് ഓവർകം ചെയ്തിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബ്രെയിനിൽ തുള്ളി നിൽക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നാമത്തേതാണ് ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്. ആക്റ്റീവ് റീകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ ഫോഴ്സ് ചെയ്തിട്ട് റീകോൾ ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞല്ലേ കണ്ണാടിന്റെ മുന്നിൽ നിന്ന് പറയാന്നൊക്കെ, ഇതേപോലെ നമുക്ക് സ്വന്തമായിട്ട് റൈറ്റ് ഡൗൺ ചെയ്യാം.
ഇപ്പൊ നമുക്ക് ഒരു ടോപ്പിക്ക്, ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒറ്റയ്ക്ക് എടുത്തെഴുതുക. അതെവിടെ നോക്കാതെ ഒരു ടൈമൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു 5 മിനിറ്റിന്റെ ഉള്ളിൽ ഇത്രയും എഴുതി തീർക്കും, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ ഇത്രയും എഴുതി തീർക്കും എന്ന രീതിയിൽ സ്വന്തമായിട്ട് റൈറ്റ് ഡൗൺ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും വെറുതെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഞാനൊക്കെ എൻ്റെ പൂച്ചയെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത്. ചുമ്മാ മുന്നിലിരുത്തിയിട്ട് ഇങ്ങനെ സൈക്കോളജി ഒക്കെ പഠിപ്പിച്ചു കൊടുത്തിരുന്നു പൂച്ചക്ക്. ഇതേപോലെ നമുക്ക് ആരെങ്കിലും ഇങ്ങോട്ട് ഉപദ്രവിക്കൂല എന്ന് ഉറപ്പുള്ള ആരെങ്കിലും നമുക്ക് പഠിപ്പിക്കാം. അത് നല്ലൊരു കാര്യമാണ്. വെറുതെ ഇരുന്ന് പറയാം. അതിന്റെ ഒരു ഉദ്ദേശം എന്താന്ന് വെച്ചാൽ നമ്മൾ ഉറക്കെ സംസാരിക്കുമ്പോൾ ഒരേ ടൈം നമ്മൾ കേൾക്കുകയും കൂടെ ചെയ്യുന്നു അല്ലെ. നമ്മുടെ ശബ്ദമാണെങ്കിൽ പോലും നമ്മൾ അത് ഒരേ സമയത്ത് കേൾക്കുന്ന കാര്യത്തിൽ നമുക്ക് ഒന്നുകൂടെ ആ മെമ്മറീനെ ഒന്ന് ഹൈറ്റൻ ചെയ്യാനും അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ആക്റ്റീവ് റീകോളിൽ ശ്രദ്ധിക്കാം. ഒന്ന് നമുക്ക് റൈറ്റ് ഡൗൺ ചെയ്യാവുന്നതാണ്, സ്വയം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന് ആൻസർ ചെയ്യാവുന്നതാണ്, വേറൊരാളെ ടീച്ച് ചെയ്യുന്നത് പോലെ പഠിപ്പിക്കാവുന്നതാണ്. അതൊന്നുമില്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് ഉറക്കെ ശബ്ദത്തിൽ തന്നെ പറഞ്ഞു വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളെ, നമ്മൾ ഓർത്ത് മനസ്സിലാക്കിയ പഠിച്ച കാര്യങ്ങളെ ഫോഴ്സ്ഫുള്ളി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഓർമ്മിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ ഓർത്തെടുക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ ആക്റ്റീവ് റീകോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്വന്തം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് അതിന് ആൻസർ ചെയ്യുന്ന രീതിയിലോ എക്സാമിന്റെ ഒരു ആൻസർ സ്വന്തം എഴുതിയെടുക്കുന്ന രീതിയിലോ ഒക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ് സ്പേസ്ഡ് റിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. ആക്റ്റീവ് റീകോൾ കഴിഞ്ഞാൽ സ്പേസ്ഡ് റിപ്പിറ്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണ് സ്പേസ്ഡ് റിപ്പിറ്റേഷൻ? നമ്മൾ സൈക്കോളജിയിൽ ഫൊർഗെറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു തിയറി ഉണ്ട്. അതായത് ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ലേൺ ചെയ്തിട്ട് ഒരു ഇത്ര ടൈമിനകം അത് മറന്നു പോകും അല്ലെ. ലേൺ ചെയ്യുന്ന നമ്മൾ കുറച്ചൊരു നമ്മുടെ ബ്രെയിനിനോട് പറഞ്ഞ് പഠിക്കാനുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞാൽ ആക്റ്റീവ്ലി നമ്മൾ പഠിച്ച കാര്യം ഒരു ഇത്ര സമയം കഴിയുന്നതോടുകൂടെ മറന്നു പോകും. അത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ടൈം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഫോർഗെറ്റിംഗ് കൂടും എന്നാണ് സൈക്കോളജി പറയുന്നത്. അപ്പം ഈ ഒരു ഫോർഗെറ്റിങ്ങിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കൃത്യമായ ഇടവേളകളിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഒരു ബ്ലോക്ക് ഇന്ന് കഴിഞ്ഞു. ഇപ്പോൾ ഇന്ന് എത്ര തീയതി? 30-ാം തീയതി അല്ലെ. 30-ാം തീയതി ഒരു ബ്ലോക്ക് കഴിഞ്ഞു. ഇനി നാളെ അടുത്ത ബ്ലോക്ക് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം വീണ്ടും നമ്മൾ ആദ്യം പഠിച്ച ബ്ലോക്കിനെ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്ത് പോവുക, ഒന്ന് ജസ്റ്റ് വായിച്ചു പോവുക. അറ്റ്ലീസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ഷോർട്ട് നോട്ട്സ് എങ്കിലും ഒന്ന് വായിച്ചു പോവുക. ആ റിപ്പീറ്റേഷൻ നമ്മൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്ത് പോകണം. അല്ലാന്നുണ്ടെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പഴയതിനെ നമ്മൾ മറക്കും. അങ്ങനെ ഒരു തിയറി കൂടെ നമ്മുടെ സൈക്കോളജിയിൽ പറയുന്നുണ്ട്. പുതിയത് ലേൺ ചെയ്യുമ്പോൾ പഴയത് മറക്കും. അത് മനുഷ്യന്റെ ഒരു സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയത് പഠിക്കുന്നതിന്റെ കൂടെ ആദ്യം പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് നമുക്ക് ഫ്ലാഷ് കാർഡ്സ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഫ്ലാഷ് കാർഡ്സ് ഒക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ എന്താ പറയാ, ഒരു കുഞ്ഞു നോട്ടാണ് അല്ലെ, ഒരു ചെറിയൊരു കാർഡാണ്. അതിന്റെ ഒരു സൈഡിൽ ജസ്റ്റ് ഹിന്റ് കൊടുത്തിട്ടുണ്ടാവും, ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിലിംഗ് അല്ലെങ്കിൽ അതിന്റെ ആൻസർ എന്താന്നുള്ള തരത്തിൽ എഴുതി ചേർക്കുക. ഇങ്ങനെ നമുക്ക് എഴുതിയിട്ട് അത് നമുക്ക് തന്നെ സ്വയം എഴുതി ഉണ്ടാക്കാവുന്നതാണ്. ഒരു ടോപ്പിക് കൊടുത്തു, പേഴ്സണാലിറ്റി എന്നൊരു ടോപ്പിക് കൊടുത്തു, ഓപ്പോസിറ്റ് സൈഡിൽ അതിന്റെ ഡെഫിനിഷൻ കൊടുത്തു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിയറിയുടെ പേര് ഒരു സൈഡിൽ കൊടുത്തു, ഓപ്പോസിറ്റ് സൈഡിൽ ആ തിയറി എന്താന്ന് കൊടുത്തു. ഇങ്ങനെ നമുക്ക് ഫ്ലാഷ് കാർഡ്സ്, ഷോർട്ട് നോട്ടിന് പകരം ഫ്ലാഷ് കാർഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അത് നമുക്ക് രണ്ട് തരത്തിൽ യൂസ് ചെയ്യാൻ ഉപകാരപ്പെടും. ഒന്ന് ഷോർട്ട് നോട്ട് ആയിട്ട് ഉപയോഗിക്കാം, മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ ഒരു സൈഡ് മാത്രം ഈ ഒരു ടോപ്പിക് കേട്ടു, ഓക്കെ പേഴ്സണാലിറ്റി, അപ്പൊ നമ്മൾ സ്വയം പറഞ്ഞു നോക്കും, റീകോൾ ചെയ്ത് നോക്കും. അടുത്തൊരു ടോപ്പിക് എടുത്തു, റീകോൾ ചെയ്ത് നോക്കുന്നു. നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് അതിനെ തിരിച്ചു വെച്ച് വായിച്ചിട്ട് നമ്മൾ എന്താണ് പഠിച്ചത് എന്നുള്ളത് ഓർത്ത് വെക്കാം. ഇങ്ങനെ ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഒരു റിട്ടൻഷൻ കൂടും. അതുപോലെ നമ്മുടെ എക്സാംസിന്റെ സമയത്തൊക്കെ നമ്മുടെ മെമ്മറി ഷാർപ്പൻ ചെയ്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഓർത്തെടുക്കാനുള്ള ഒരു എബിലിറ്റി കൂടെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. ആക്റ്റീവ് റീകോളിലൂടെയും അതേപോലെ സ്പേസ്ഡ് റിപ്പീറ്റേഷൻ പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ ഈ സ്പേസ്ഡ് റിപ്പീറ്റേഷന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്കി എന്നൊക്കെ പറയുന്ന ഒരു ആപ്പൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് കുറെ ആപ്പൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ അങ്കി പോലെയുള്ള ആപ്പൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് പറഞ്ഞ പോലെ ഡേ 1-ല് ഡേ 3-ലൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വീണ്ടും വീണ്ടും പഠിക്കാനൊക്കെ അത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പം ഈ ഒരു രണ്ട് കാര്യം, സ്പേസ്ഡ് റിപ്പീറ്റേഷനും അതുപോലെ ആക്റ്റീവ് റീകോളും നമ്മൾ മറക്കാതിരിക്കാം. ഓക്കെ, ഇനി ഈ ഒരു രണ്ട് കാര്യമാണ് നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക്. ആദ്യം നമ്മൾ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയെടുത്തു, എന്നിട്ട് ഓരോ രീതികളാണ് പഠിച്ചു പോകുന്നത്. അപ്പൊ നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് ഇത് രണ്ടിനെയും കമ്പൈൻ ചെയ്തിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ, ഇനി അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിപ്പോ പണ്ടൊക്കെ
LP ക്ലാസ് UP ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പം പദസൂര്യനൊക്കെ ഉണ്ടാക്കുമായിരുന്നു അല്ലെ. പദസൂര്യൻ എന്ന് പറയും, നടുക്ക് ടോപ്പിക്ക്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ ക്വാളിറ്റി ഓഫ് എ ലീഡർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്, അതിനെ നടുക്കൊരു വട്ടത്തിൽ എഴുതി വെച്ചു അല്ലെ. എന്നിട്ട് അതിന്റെ സൂര്യന്റെ രശ്മികളെ പോലെ വരച്ചിട്ട് അപ്പുറത്തൊക്കെ അതിന്റെ എന്തൊക്കെയാണ് ക്വാളിറ്റീസ് ഓഫ് എ ലീഡർ. ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കണം, പാഷനേറ്റ് ആയിരിക്കണം, അതുപോലെ പ്രോബ്ലം സോൾവിങ്ങിനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം, അങ്ങനെ കുറെ. അത് എന്താണ് ഒരു ലീഡർഷിപ്പിന്റെ ക്വാളിറ്റീസ് എന്നുള്ളത് ഓരോരോ പോയിന്റ് ആയിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതാണ് പദസൂര്യൻ എന്ന് പറയുന്നത് അല്ലെ. ഇത് നമ്മൾ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുക. എന്ത് ടോപ്പിക് പഠിക്കുമ്പോഴും ആ ടോപ്പിക്കിനെ സെന്റർ ആക്കി വെക്കുക, ഒരു സെൻട്രൽ ടോപ്പിക് ആയിട്ട് മൈൻഡിൽ ഓർത്ത് വെച്ചിട്ട് ബാക്കി അതുമായി ബന്ധപ്പെട്ട് വരുന്ന ബ്രാഞ്ചസിനെ അല്ലെങ്കിൽ സബ് ടോപ്പിക്സിനൊക്കെ അതിന്റെ ചുറ്റും ഒരു ഡയഗ്രാം പോലെ നമ്മുടെ മൈൻഡിൽ വെച്ചുകൊണ്ട് പഠിക്കുക. അത് നമുക്ക് എഴുതിയിട്ടും പഠിക്കാവുന്നതാണ്. ഡൂഡ്ലിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ, യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വളരെ നല്ലതാണ് പഠിക്കാനായിട്ട്. ഇതേപോലെ നമുക്ക് വരച്ചും പഠിക്കാം, വരച്ചിട്ട് എഴുതിയിട്ടൊക്കെ പഠിക്കാം. അത് പിന്നീട് റീകോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരുത്തുക ആ ഒരു മൈൻഡ് മാപ്പ് അല്ലെങ്കിൽ ഈ പദസൂര്യനൊക്കെ. അത് പിന്നീട് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് മൈൻഡിൽ വരുന്നത് ഇതായിരിക്കും. ഈ ഡയഗ്രാംസിന്റെ ഒക്കെ ഒരു പ്രത്യേകത അതാണല്ലോ. പിക്ചറൊക്കെ വരച്ച് ഡയഗ്രാം ഒക്കെ വരച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം ആ ഒരു പിക്ചർ ആയിരിക്കും അല്ലെങ്കിൽ ഡയഗ്രാം ആയിരിക്കും വരുന്നുണ്ടാവും മൈൻഡിൽ. അത് ആദ്യം തന്നെ നമ്മൾ അവിടെ വരച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ വെച്ച് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോകില്ല. ഈ എക്സാമിന്റെ ടിപ്പ് ഓഫ് ദ പെന്നിൽ മറന്നു പോകുന്ന കാര്യമൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പേനയുടെ തുമ്പത്തുണ്ട് പക്ഷെ എഴുതാൻ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എക്സാമിന്റെ അന്നാണ്. നല്ലോണം അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷെ ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ച് എഴുതി തുടങ്ങുന്ന സമയത്തായിരിക്കും എല്ലാം മറന്നു പോകാം, ആകെ ബ്ലാങ്ക് ആയിരിക്കും. അപ്പൊ ഈ ഒരു പ്രശ്നമൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മൈൻഡ് മാപ്പ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമ്മൾ വരച്ച് പഠിക്കുക. അത് നമ്മൾ റീകോൾ ചെയ്യുന്ന സമയത്ത് ആ പിക്ചറും അല്ലെങ്കിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു ഡയഗ്രാം ഒക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അത് നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ റീകോൾ ചെയ്യുന്ന സമയത്ത് പിക്ചർ വരുമ്പോൾ പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും വായിച്ച കാര്യങ്ങൾ ഓർക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ വരച്ച കാര്യങ്ങൾ നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും. ഓക്കെ, ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ അല്ലെ പെട്ടെന്ന് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഇപ്പം ഇനീഷ്യേറ്റ് തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും നല്ലൊരു മെത്തഡാണ് ഈ മൈൻഡ് മാപ്പ് യൂസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് മൈൻഡ് മാപ്സ് ഒക്കെ യൂസ് ചെയ്യുക. ഫസ്റ്റ് ടൈമിൽ അത് ഇപ്പോൾ ഒരു ടോപ്പിക്, എന്തെങ്കിലും ഒരു മാനേജറിയൽ അക്കൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞൊരു ടോപ്പിക് നമ്മൾ എടുത്തു, അതിന്റെ ചുറ്റും എന്തൊക്കെ കാര്യങ്ങൾ വരാനുണ്ട് അതൊക്കെ വരച്ചു, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, അങ്ങനെ 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 നമുക്കൊരു മൈൻഡ് മാപ്പ് ഉണ്ടാക്കി എടുക്കുമ്പോൾ അത് നമ്മൾ സ്റ്റാർട്ടിങ് ആണ് അല്ലെ, പഠനത്തിന്റെ ഒരു സ്റ്റാർട്ടിങ് ആണ്. ഇത് ഇപ്പൊ ഒരു അവസാന നിമിഷത്തിൽ ഇനി ഒട്ടും സമയമില്ല, എനിക്ക് ഇനി പഠിക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു കൺഫ്യൂഷനും വേണ്ട, നമുക്ക് പഠിച്ചു പോവാം. പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ, നമ്മുടെ മെമ്മറിയിൽ അത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഇതൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു ടെക്നിക്കാണ് അല്ലെ. പറയുമ്പോൾ നമ്മളെ ചെറിയ LP ക്ലാസ്സിൽ UP ക്ലാസ്സിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടെക്നിക്സ് ആണ്. പക്ഷെ അതിന്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഔട്ട്കം എന്ന് പറയുന്നത് വളരെ വലുതാണ്. സയന്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ള കുറെ ടെക്നിക്സ് ആണ് ഇതൊക്കെ. അപ്പൊ നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ എക്സാമിന്റെ ഒരു ആൻസർ എഴുതുന്ന സമയത്ത് അല്ലെ, നമ്മുടെ IGNOU എക്സാംസിന്റെ ആൻസർ എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. നേരത്തെ എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു ആൻസർ എഴുതുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. സൈക്കോളജിയിലെ തന്നെ ഒരു ടോപ്പിക് ഞാൻ പറയാം, ബിഹേവിയറൽ തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി എന്നൊരു ടോപ്പിക്ക് ചോദിച്ചു. അപ്പൊ അത് ടോപ്പിക്കാണ് കേട്ടോ. അതിന്റെ ഉള്ളിൽ എക്സ്പ്ലെയിൻ ബിഹേവിയറൽ തിയറീസ് അല്ലെങ്കിൽ അനലൈസ് ബോത്ത് തിയറീസ് എന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലും ആയിരിക്കും വന്നിട്ടുണ്ടാവും. നമ്മുടെ കണ്ണിൽ ആദ്യം കാണാൻ തിയറീസ് മാത്രമാണ് അല്ലെ. ഏത് തിയറിയാ ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് ടോപ്പിക്കാ ചോദിച്ചിട്ടുള്ളത് അത് മാത്രമായിരിക്കും എക്സാം എഴുതുന്ന ഒരു ആളുകളുടെ കണ്ണിൽ കാണുന്നുണ്ടാവും. നമ്മൾ വാരി വലിച്ച് എന്താണെന്ന് വ്യക്തമായി വായിക്കാതെ ആ തിയറീനെ പറ്റി അറിയുന്ന കാര്യങ്ങളും നമുക്ക് എലാബറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അവർ പോയതും വന്നതും ഹിസ്റ്ററിയും ജോഗ്രഫിയും എല്ലാം കൂടെ ചേർത്ത് വരിച്ചു വാരി കുറേ അങ്ങോട്ട് എഴുതി, കുറെ എഴുതി, ഒരുപാട് പേജ് എഴുതി എന്നുള്ളൊരു ആശ്വാസമായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഒരിക്കലും ചെയ്യരുത്. എസ്പെഷ്യലി നമ്മുടെ IGNOU എക്സാമില് അവർ ചോദിച്ചിട്ടുള്ള കീവേഡ്സിനെ നമ്മൾ വ്യക്തമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ജസ്റ്റിഫൈ, അനലൈസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, കമ്പയർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ടാവും. അതിനനുസരിച്ച് മാത്രം നമ്മുടെ ആൻസർ ചെയ്യുക. ഒരിക്കലും ഇറലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല, അതിന്റെ ആവശ്യമില്ല നമുക്ക്. അത് ചെയ്തു എന്ന് വെച്ചിട്ട് അവർ പ്രത്യേകിച്ച് മാർക്കൊന്നും തരാൻ പോണില്ല, എക്സ്ട്രാ മാർക്കൊന്നും തരാൻ പോണില്ല. അവരുടെ കയ്യിൽ ഉണ്ടാവുന്ന ആൻസർ കീയിൽ നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് അവർ കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും, ആ തിയറിയിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവര് ചോദിച്ചതിനാണോ ആൻസർ കൊടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ നമ്മുടെ ഒരു ആൻസറിന്റെ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി വാണി മാം ഡിസ്കസ് ചെയ്തതാണ്. ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നിർബന്ധമായിട്ട് ആഡ് ചെയ്യുക, എസ്പെഷ്യലി essay ക്വസ്റ്റ്യൻസിൽ. ഇനി ആ സമയത്ത് തന്നെ നമുക്ക് ഡയഗ്രാംസോ ബുള്ളറ്റ് പോയിന്റ്സോ ഷോർട്ട് പാരഗ്രാഫുകൾ ആക്കിയിട്ടോ അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തിട്ടോ ഒക്കെ നമുക്ക് അതിനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
ഇനി ഒന്നുമില്ല, അവസാന നിമിഷം നമുക്ക് സമയം കിട്ടാത്തൊരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിലോ എന്ത് ചെയ്യണം? അറിയാവുന്ന പോയിന്റ്സിനെ ഒക്കെ പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതി കൊടുക്കുക. ഓക്കെ, ഏറ്റവും അവസാനം ഏറ്റവും ഒരു അവസാന കൈ എന്നുള്ള രീതിയിൽ അങ്ങനെയെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ സാധാരണ നമ്മളൊരു പൊതുവെ ധാരണയുണ്ട്, ഇഗ്നൂവിൽ ഒരുപാട് വലിച്ചുവാരി എഴുതിയാലേ ആൻസർ കിട്ടും. എത്ര ലെങ്തി ആയിട്ട് നമ്മൾ എഴുതുന്നോ അതിന് ആൻസർ അല്ല, സോറി, മാർക്ക്. എത്ര ലെങ്തി ആയിട്ട് നമ്മൾ എഴുതുന്നോ അത്രയും മാർക്ക് കിട്ടും. കുറച്ച് എഴുതിയാൽ കുറച്ച് മാർക്ക് കിട്ടും. അങ്ങനെയൊന്നുമില്ല, അതൊന്നും അല്ല അവിടെ വേണ്ടത്. അവർ ചോദിച്ചതിന് കൃത്യമായിട്ടും വ്യക്തമായിട്ടുള്ള ആൻസർ ആണോ തന്നിട്ടുള്ളത് എന്നാണ് അവർ നോക്കുന്നത്. അപ്പൊ നമ്മൾ ഏതൊരു ടോപ്പിക്ക് ചോദിക്കുമ്പോഴും അതിന്റെ അണ്ടറിൽ വരുന്ന സബ് ടോപ്പിക്സും സബ് ഹെഡിങ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് വെക്കുക. അതൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടെന്ന് നമ്മളെ പേപ്പർ നോക്കുന്ന ആളെ ഒന്ന് കാണിച്ചു കൊടുക്കുക. നിങ്ങൾ ചോദിച്ചതിന്റെ സബ് ടോപ്പിക്സ് ഒക്കെ എന്റെ പേപ്പറിലുണ്ട് എന്ന് അവർ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു പ്രസന്റേഷനെ എൻഹാൻസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് അല്ലെ. നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന, നമ്മൾ പഠിച്ചത് മനസ്സിലാക്കിയ കാര്യങ്ങളെ പ്രസന്റ് ചെയ്തത് പെട്ടെന്ന് എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഇതൊക്കെയാണ്. പക്ഷെ അവര് നോക്കുന്ന സമയത്ത്, ഈ ആൻസർ ഷീറ്റ് നോക്കുന്ന സമയത്ത് അവർക്ക് കുറച്ചുകൂടെ ഇംപ്രഷൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഒന്നാമത്തെ കാര്യം സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആദ്യം തന്നെ നമ്മളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. അത് തലേ ദിവസം പഠിക്കുമ്പോഴാണെങ്കിലും ശരി, എന്തെങ്കിലും പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കരുത്. വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ആ പ്ലാനിലൂടെ മാത്രം പോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തുടങ്ങിയിട്ടും ഉണ്ടാവില്ല, അവിടെ എത്തിയിട്ടും ഉണ്ടാവില്ല. ആ ഒരു രീതിയിലായി പോകും. നമുക്ക് ഒരു കറക്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റില്ല. ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന കുറഞ്ഞ സമയത്താണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് അതിനെ പ്രസന്റ് ചെയ്യാനും മെമ്മറൈസ് ചെയ്യാനും ഒക്കെ പറ്റും. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഒരു വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കി വെക്കുക. നമുക്ക് നമ്മളെ പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കണം. എനിക്ക് എന്തൊക്കെ അറിയാം, എനിക്ക് എന്തൊക്കെ ഓർമ്മയിലുണ്ട്, ഞാൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇനി എന്തൊക്കെ പഠിക്കാനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം. ഏതൊക്കെ ഇനിയും റിവിഷൻ ചെയ്യണം, ഏതൊക്കെ ഇനി റീകോൾ ചെയ്യണം, അതൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാക്കിയതിനു ശേഷം അതിനനുസരിച്ച് ഒരു പ്ലാൻ, അവസാനത്തെ റിവിഷൻ എന്ന രീതിയിൽ ഒരു പ്ലാൻ ഉണ്ടാക്കുക. എന്നിട്ട് പഠിക്കുമ്പോൾ ലാസ്റ്റ് ടൈമിലുള്ള പഠിത്തമാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു ടെക്നിക്സ് ഒക്കെ അല്ലെ, ആക്റ്റീവ് റീകോളും സ്പേസ്ഡ് റിപ്പിറ്റേഷനും അതുപോലെ മൈൻഡ് മാപ്പും ഈ ഡൂഡ്ലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ആക്റ്റീവ് റീകോളിലൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ ഒച്ചത്തിൽ പഠിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികളൊക്കെ അല്ലെ, മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരൊക്കെ ചിലപ്പോൾ കളിയാക്കുന്നുണ്ടാവുമായിരിക്കും. കുഴപ്പമില്ല, അത് നമ്മൾ എക്സാം തീരുന്നവരെയല്ലേ, അങ്ങോട്ട് കളിയാക്കിക്കോട്ടെ, സാരല്ല. നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ പഠിക്കുക. അതേപോലെ തന്നെ പഠിക്കുന്ന സമയം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. രാത്രിയാണ് പഠിക്കാൻ പറ്റുന്നത് എന്നുണ്ടെങ്കിൽ ആ ടൈമിനെ യൂസ് ചെയ്യുക. ഏറ്റവും നമ്മൾ പറയാറുള്ളത് രാവിലെയാണ് അല്ലെ, അതിരാവിലെ പ്രഭാതത്തിലാണ് നമുക്ക് ബോഡിയും അതുപോലെ മനസ്സും ഒക്കെ ഫ്രഷ് ആയിരിക്കുന്ന ഒരു ടൈമാണ്. ബ്രെയിൻ ഒക്കെ ഫ്രഷ് ആയിരിക്കുന്ന ഒരു ടൈമാണ്. ആ ടൈം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ആ ടൈം യൂസ് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ കൃത്യമായിട്ടുള്ള ഇടവേളകളൊക്കെ എടുക്കണം. പഠിക്കുന്ന സമയത്ത് ബ്രേക്ക് ഒക്കെ ഉണ്ടായിരിക്കണം. ഒരേ ടൈമിൽ ഇനി 2 മണിക്കൂറേ ഉള്ളൂ, ഞാൻ ഫുള്ളായിട്ട് പഠിച്ചേക്കാം എന്ന് വിചാരിക്കരുത്. അങ്ങനെ പഠിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ തളരും, ബ്രെയിനിന് ക്ഷീണമാവും. ക്ഷീണിപ്പിക്കാൻ നിൽക്കരുത്, ഇടയ്ക്കൊരു ബ്രേക്ക് ഒക്കെ കൊടുക്കണം. എന്ന് വെച്ചിട്ട് ഫോണിലേക്കല്ല പോകേണ്ടത്, ഫോണിലേക്കോ അതുപോലുള്ള സോഷ്യൽ മീഡിയാസിലേക്കോ ഒന്നും പോകരുത്. നേരെ നമ്മുടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു ശുദ്ധമായി ശ്വസിക്കാനും ഒക്കെ ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ബ്രേക്ക് എടുക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, ആരോഗ്യം ഒക്കെ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തുക. നല്ല ഉറക്കം ഉണ്ടായിരിക്കണം, ഉറക്കം കുറക്കാൻ പാടില്ല. ഉറക്കമുളച്ചിരുന്ന് പഠിച്ചാലും നമുക്ക് പിറ്റേന്ന് ചിലപ്പോൾ നല്ല വിചാരിച്ച പോലെ എക്സാം പറ്റിക്കോളണം എന്നില്ല അല്ലെ. അപ്പൊ നമ്മുടെ ഹെൽത്ത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. വ്യക്തമായിട്ട് കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ നമ്മൾ ഉറങ്ങുന്നുണ്ടെന്നും നല്ല ആഹാരം കൃത്യസമയത്ത് ആഹാരം കഴിക്കുന്നുണ്ടെന്നും വിശ്രമം ഒക്കെ പഠിക്കുന്നതിന്റെ ഇടയിലുള്ള ഇടവേളകൾ എടുക്കുന്നുണ്ടെന്നും ഒക്കെ നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ. നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇനി നമ്മൾ അടുത്ത ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ രാഗി മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ രാഗി മാം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നതായിരിക്കും. രാഗി മാം, ഓവർ ടു യു. അപ്പോ ഇത്ര നേരം നിങ്ങൾ വാണി മാം പറയുന്നതും എങ്ങനെയാണ് ഒരു ഇഗ്നോ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇഗ്നോ എക്സാം സ്ട്രക്ചർ എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു. അതിനോടൊപ്പം തന്നെ സയന്റിഫിക് ആയിട്ട് എങ്ങനെയാണ് ഒരു എക്സാമിന് നിങ്ങൾ സമീപിക്കേണ്ടത് എന്നുള്ളത് അറിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിലോട്ട് പറഞ്ഞു തരുന്നത് എങ്ങനെ ടൈം മാനേജ് ചെയ്യാം. കുറഞ്ഞ സമയം നമ്മുടെ മുമ്പിൽ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ മാക്സിമം പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ മാക്സിമം ഒരു ഔട്ട്പുട്ട് നിങ്ങളുടെ എക്സാമിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമുക്കറിയാം, ടൈം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ക്രൂഷ്യൽ ആയിട്ടൊരു റോള് പാർട്ട് വഹിക്കുന്ന ഒരു എലമെന്റ് ആണ്.
നമ്മുടെ ജീവിതത്തിലായാലും അതുപോലെ തന്നെ എക്സാംസ് എല്ലാം ഒരു ടൈം ബൗണ്ട് ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു സമയത്ത് വന്നൊരു എക്സാം എഴുതാം, ഇഷ്ടമുള്ളപ്പോൾ അവസാനിപ്പിച്ച് പോവാം. അങ്ങനെ ഒരു രീതിയിലല്ല ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സാമിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ടിങ് ടൈം മുതൽ എക്സാം കഴിയുന്നവരെ നിങ്ങൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യമായിട്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, എക്സാമിന് മുമ്പ് നിങ്ങൾ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്സിനെ 3 ലെവലിലേക്ക് നിങ്ങൾ ക്ലാസിഫിക്കേഷൻ നടത്തണം. മോസ്റ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാർട്ടുകൾ ഏതൊക്കെയാണ്, അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മോസ്റ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയാസുകൾ എന്തൊക്കെയാണ്, നെക്സ്റ്റ് നിങ്ങൾക്ക് മോഡറേറ്റ് ആയിട്ട് ഡിഫിക്കൽട്ടി ഉള്ള ഏരിയാസുകൾ എന്തൊക്കെയാണ്, ദെൻ ലോ ഡിഫിക്കൽട്ടി ഉള്ള ഏരിയാസുകൾ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഒരു എന്താ പറയാ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയാസുകൾ ചൂസ് ചെയ്യുന്ന ഒരു സമയത്ത് തന്നെ നിങ്ങൾക്കറിയാം, നമുക്കിവിടെ ഒരു PYQ അനാലിസിസ് നിങ്ങൾക്ക് അപ്പായിക്കൊണ്ടിരിക്കുന്നുണ്ട്. യൂട്യൂബിൽ നിങ്ങൾക്ക് അപ്പായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓൾറെഡി കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ സൈക്കിൾസിലൊക്കെ PYQ അനാലിസിസ് ഓൾറെഡി നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബേസിൽ അവിടെ ഓരോ ബ്ലോക്കിൽ നിന്നും നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്ട്സുകളിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ ബ്ലോക്കിലൂടെ നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. റെക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെ ടോപ്പിക്കുകളാണ് വന്നിട്ടുള്ളത്, അതിലേതാണ് കൂടുതൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്, ലോ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയ ഏതാണ്, മോഡറേറ്റ് ആയിട്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയാസുകൾ ഏതൊക്കെയാണ്. ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഒരു ക്ലാസിഫിക്കേഷൻ, ഒരു ബുക്കൊക്കെ എടുത്തോളൂ. ഒരു സബ്ജക്ട് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ടോപ്പിക്കുകൾ ഒരു സബ്ജക്ട് എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ MBA എന്ന് പറയുന്നതാണെങ്കിൽ ഇപ്പൊ MMBC 001 എന്ന് പറയുന്ന പേപ്പർ എടുക്കുന്നു. ആ സബ്ജക്റ്റിന്റെ PYQ അനാലിസിസിലൂടെ പോകുന്നു. നിങ്ങൾ അതിലോട്ട് വന്നിട്ടുള്ള ടോപ്പിക്കുകളുടെ നിങ്ങൾ ഓരോ ബ്ലോക്ക് ത്രൂ വൈസ് വന്നിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ രണ്ടാമതായിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ നടത്തുക. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതാണ്, നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതാണ്, മോഡറേറ്റ് ആയിട്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയാസുകൾ ഏതൊക്കെയാണ്, ലോ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയാസുകൾ ഏതൊക്കെയാണ്. അതിന്റെ ബേസിൽ വേണം നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അല്ലാതെ വെറുതെ നിങ്ങൾ ഇരുന്ന് പഠിക്കുകയാണ്, അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക്കിന്റെ പുറത്ത് തന്നെ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഒരുപാട് സമയം നിങ്ങൾ ഇരുന്ന് കളയും. അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസുകൾ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു ഡിഫിക്കൽട്ട് ലെവൽ ബേസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ടുള്ള സമയം അല്ലെങ്കിൽ പഠിക്കാനായിട്ട് നിങ്ങൾ പ്രയോറിറ്റി ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കണം. പിന്നീട് എനിക്ക് പറയാനായിട്ടുള്ളത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പിക്സിന് നിങ്ങൾ കൂടുതൽ സമയം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങളൊരു 80-20 റൂൾ ഉണ്ട്. അതായത് 80% ഓഫ് യുവർ ടൈം അത് നിങ്ങൾ എന്തിനും കൊടുക്കണം, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്സിന് കൊടുക്കുക. 20% നിങ്ങൾക്ക് തോന്നുകയാണ് അതിലൂടെ ജസ്റ്റ് എനിക്ക് റഫായിട്ട് പോയാൽ മതി, എനിക്കൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ ജസ്റ്റ് റിവിഷന് വേണ്ടി മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, വെക്കുക. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് തുടക്കത്തിൽ ചെയ്യേണ്ടത്, അതായത് ഇന്ന് മുതൽ നിങ്ങൾ പഠിക്കാൻ ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ലേറ്റ് അല്ല, ഇനിയും നിങ്ങൾക്ക് എന്താണ് ഇപ്പോഴും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈവൻ അതൊരു ദിവസമാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങുക. ഇനി അടുത്തതായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, എങ്ങനെയാണ് ഒരു ഡെയിലി നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം, ഓർഗനൈസ് ചെയ്യാം എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഒരു കേപ്പബിലിറ്റി, അതിന്റെ ബേസിൽ നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യണം. നമ്മൾ ഹൗ ടു ക്രാക്ക് ഇഗ്നോ എക്സാം എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതിന്റെ വീഡിയോസുകളൊക്കെ പപ്പായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നമ്മൾ പറയുന്നുണ്ട് എന്താണ്, നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോൾ വെക്കാൻ പറ്റും. ഒരു ക്രിയേറ്റ് എ പ്ലാൻ എന്ന് പറയുന്നുണ്ട്. അവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോളാണ് വെക്കേണ്ടത്. വേറൊരു കുട്ടി അല്ലെങ്കിൽ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ഒരു ദിവസം 8-10 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്നുണ്ടാവും. മേ ബി അത് ആ കുട്ടിക്ക് ഓക്കെ ആയിരിക്കാം. പക്ഷെ നിങ്ങളെ കൊണ്ട് ചിലപ്പോൾ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അതിന് ചിലപ്പോൾ പോസിബിൾ ആവില്ല. അപ്പൊ നിങ്ങളുടെ ഒരു കേപ്പബിലിറ്റിയുടെ ബേസിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈം നിങ്ങൾ അറേഞ്ച് ചെയ്യാൻ. അപ്പൊ ഇവിടെ ഒരു റൂള് പ്രകാരം നമ്മൾ പറയുന്നത്, ഒരു ദിവസം ഒരു മിനിമം 6 hours എങ്കിലും നിങ്ങൾ പഠിക്കാൻ വേണ്ടി കണ്ടെത്തുക. പക്ഷെ ഒരിക്കലും ടെൻസ്ഡ് ആവരുത്. എനിക്ക് 6 hours ആവുന്നില്ല, ഞാൻ പെട്ടെന്ന് എനിക്ക് ടയേർഡായി പോകുന്നു, എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലെങ്കിൽ എവിടെ വെച്ചിട്ടാണോ നിങ്ങളുടെ കോൺസെൻട്രേഷൻ ബ്രേക്ക് ആയി പോകുന്നത് അവിടെ വെച്ച് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. പിന്നീട് നിങ്ങൾ ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പഠനത്തിലോട്ട് തിരിച്ചു വരിക.
അപ്പൊ ഈ 6 to 8 hours നിങ്ങൾ മിനിമം മാറ്റി വെക്കുക. ഇത് അറ്റ സ്ട്രെച്ച് ഇരുന്നിട്ട് ഒരിക്കലും നിങ്ങൾ പഠിക്കരുത്. അങ്ങനെ നമുക്കറിയാം ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ ഒരു മാക്സിമം ഒരു ഹാഫ് ആൻ അവർ ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു ടോപ്പിക്കിനെ കുറിച്ച് നോക്കാനായിട്ട് സാധിക്കുള്ളൂ. മാക്സിമം ആണ് ഇത് ആ ടൈം. ഒരു 25 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ ആളുടെ മൈൻഡ് ഡീവിയേറ്റ് ആയി പോകും. അപ്പൊ ആയതിനാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഒരു 30 മിനിറ്റ്സ് നിങ്ങൾ വെച്ചിട്ട് ഈ 6 hours ബ്രേക്ക് ചെയ്യുക. ഇപ്പോൾ ഇതിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അവർക്ക് മേ ബി ദിവസം 6 to 8 hours മേ ബി പോസിബിൾ ആവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ടെൻസ്ഡ് ആവരുത്. നിങ്ങൾക്ക് കിട്ടുന്നത് 1 മണിക്കൂറാണെങ്കിലും ആ 1 മണിക്കൂർ നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല എന്താ പറയാ, നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റീവ് ആയിട്ട് നിങ്ങളുടെ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് PYQ അനാലിസിസിലൂടെ ഒക്കെ പോയി നോക്കിയതിന് ശേഷം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാർട്ടുകളിലോട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ. അപ്പൊ അനാവശ്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സമയം കളയേണ്ടി വരുന്നില്ല. അപ്പോൾ ഈ പഠിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മോർണിംഗിൽ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ കോൺസെപ്റ്റുകൾ പഠിക്കുക. കാരണം ആ സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ കൂടുതൽ ആക്റ്റീവാണ്. നിങ്ങൾ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ ബ്രെയിനും ആക്റ്റീവാണ്. ആ ബ്രെയിൻ പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഉൾക്കൊള്ളാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ പുതിയ പുതിയ കോൺസെപ്റ്റുകൾ പഠിക്കുക. നമ്മൾ അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താണ്, നമ്മളും ഫ്രഷ് ആണ്, നമ്മുടെ ബ്രെയിനും ഫ്രഷ് ആണ്. അങ്ങനെ ആവുമ്പോൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിലും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലും അത് സ്ട്രൈക്ക് ആയിരിക്കും. പിന്നീട് ഒരു ഉച്ച സമയമൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ന്യൂമറിക്കൽ പ്രോബ്ലംസുകളൊക്കെ ഉള്ള പേപ്പേഴ്സ് ഒക്കെ ഉണ്ടാവും, അത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. കാരണം അപ്പൊ നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ ബ്രെയിൻ ഒരു സ്ലീപ്പിംഗ് മോഡിലോട്ട് പോകുന്ന സമയമാണ്. അപ്പൊ ആ ആളെ നമുക്കൊന്നൊരു ഉഷാറാക്കി എടുക്കണം. ആ ഉഷാറാക്കി എടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചൊരു ടാസ്ക് കൊടുക്കുക. കാലത്ത് കുറച്ച് ആൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ചു, ഇനി ആൾക്ക് എന്ത് ചെയ്യണം, ആൾക്ക് നമ്മൾ കുറച്ച് പ്രോബ്ലംസുകൾ ഇട്ട് കൊടുക്കുക. ആള് വർക്ക്ഔട്ട് ചെയ്യട്ടെ, ആളൊന്ന് ഉഷാറാവട്ടെ. ഇനി ഒരു ഈവനിങ് ടൈം ആവുമ്പോൾ നിങ്ങൾ പുതിയ കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട. നിങ്ങൾക്ക് വർക്ക് ചെയ്തതിന്റെ ടെൻഷൻ ഉണ്ടാവാം, വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞതിന്റെ ടെൻഷൻ ഉണ്ടാവാം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുവരെ കാലത്ത് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ തലേ ദിവസം പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുക. പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ഒരു യൂണിറ്റ് കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു ടോപ്പിക് കഴിഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യുക. കാരണം പല കുട്ടികൾക്കും വേറെ ടോപ്പിക്ക് പഠിക്കാതിരിക്കുമ്പോൾ അവരുടെ മൈൻഡിൽ എന്ത് വരും, അയ്യോ ഞാൻ മുമ്പ് പഠിച്ചത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, അതെന്റെ മൈൻഡിൽ. അപ്പൊ ഇത് പഠിക്കുന്നതിന്റെ കൂടെ ആ ഒരു ചിന്തയാണ് പോകുന്നത്. അപ്പൊ ഇവിടുത്തെ പഠനം നടക്കുന്നില്ല. വെറുതെ വായിക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ മൈൻഡിൽ മുഴുവൻ അയ്യോ ഞാൻ ഇന്നലെ പഠിച്ചത് എന്തായിരുന്നു, ഞാൻ അരമണിക്കൂർ മുമ്പ് നോക്കിയത് എന്തായിരുന്നു, ഈ ഒരു ചിന്തയാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അത് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൈൻഡ് എവിടെയാണുള്ളത്, ആ മൈൻഡ് എവിടെയാണോ നിങ്ങളുടെ മൈൻഡ് ഒരു ക്വസ്റ്റ്യൻ മാർക്കായി നിൽക്കുന്നത് അവിടെ പോയി നിങ്ങൾ അതൊന്ന് നോക്കിയിട്ട് വരിക. അപ്പൊ നിങ്ങളുടെ മൈൻഡിന് ചെറിയൊരു ആശ്വാസം കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ ഒരു പുതിയ ടോപ്പിക്ക് നിങ്ങൾ രണ്ടാമത് പഠിക്കാനായിട്ട് ഇരിക്കുക. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഡിഫിക്കൽട്ടി ബേസിൽ പോർഷൻസുകൾ അറേഞ്ച് ചെയ്യുക. പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡെയിലി വൈസ് നമ്മൾ മുമ്പേ പ്രിപ്പയർ ചെയ്യുമല്ലോ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു നോട്ട്ബുക്കിലോട്ട് പകർത്തി വെക്കുന്നു, അതിന്റെ ബേസിൽ പഠനം തുടങ്ങുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഓരോ ദിവസവും പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ എക്സിക്യൂഷൻ സ്റ്റേജ് ആണ്. അവിടെ നിങ്ങൾ മിനിമം ഒരു 6 hours എങ്കിലും സ്പെൻഡ് ചെയ്യുക. മോർണിംഗ് ടൈമിൽ പുതിയ ടാസ്കുകൾ പഠിക്കുക. ഉച്ച സമയത്ത് നിങ്ങൾ ന്യൂമറിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസുകളോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളോ നിങ്ങൾ നോക്കാനായിട്ട് ഇരിക്കുക. പിന്നീട് ഈവനിങ് ടൈമിൽ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. പിന്നെ എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അറ്റ സ്ട്രെച്ച് ഒരിക്കലും നിങ്ങൾ പഠിക്കാനായിട്ട് ഇരിക്കരുത്. നിങ്ങൾ ചിലപ്പോൾ ഒത്തിരി പഠിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ ഒത്തിരി കോൺഫിഡന്റ് ആയിരിക്കാം എക്സാം എഴുതാനൊക്കെ. പക്ഷെ നിങ്ങൾ ഈ ചില കുട്ടികളൊക്കെ എന്താ പറയാ, ഭക്ഷണം കഴിക്കാതെ നേരത്തെ ഉറങ്ങാതെ ഒക്കെ ആവുമ്പോൾ നിങ്ങൾ ഈ പഠിച്ചത് ചിലപ്പോൾ എക്സാം ഹാളിലോട്ട് എത്തിക്കാൻ പറ്റില്ല. നിങ്ങൾ പെട്ടെന്ന് ടയേർഡ് പോകും. അപ്പൊ നിങ്ങളുടെ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിന് പ്രാധാന്യം കൊടുത്തിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട് ഇരിക്കാൻ. നല്ലപോലെ വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, ന്യൂട്രീഷ്യസ് ആയുള്ള ഭക്ഷണം കഴിക്കുക, 8 hours ഉറക്കം നിങ്ങൾ ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള പഠനം മതി. കാരണം എഴുതാൻ പോവാനായിട്ട് നിങ്ങൾക്ക് ഹെൽത്ത് വേണം, നിങ്ങൾ മെന്റലി ഫിറ്റ് ആയിരിക്കണം. അത് കാരണം കൊണ്ട് അതിനുള്ളൊരു സ്പേസ് കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, കോൺസെൻട്രേഷൻ പോകുന്നു, ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആക്ടിവിറ്റീസിലോട്ട് ഇൻവോൾവ് ചെയ്തുകൊണ്ട് ബ്രേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. ആ ബ്രേക്ക് എടുക്കുന്നതിനും പക്ഷെ നിങ്ങൾ അവിടെ എന്ത് വേണം, ഒരു സമയം ഫിക്സ് ചെയ്യണം. ഇത്ര സമയമാണ് എനിക്ക് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മാറ്റി വെക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തികളോട് സംസാരിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പഠനത്തിലോട്ട് നിങ്ങൾ തിരിച്ചു വരാനായിട്ട് നോക്കുക.
അതുപോലെ ഓരോ ദിവസവും കഴിയുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഒരു പ്ലാൻ സെറ്റ് ചെയ്യാൻ പറയുന്നത്. ഒരു പ്ലാനിങ് ഉണ്ട്, എനിക്ക് ഈ ദിവസം ഇത്രയും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ മുമ്പേ പ്ലാൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ദിവസം അവസാനമാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യാം. ഞാൻ ഇന്ന് ഈ ബ്ലോക്കിലെ 4 ടോപ്പിക്സുകളാണ് കവർ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ വൈകുന്നേരം ആകുമ്പോൾ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ആകുമ്പോൾ നിങ്ങൾ നോക്കുക, ഈ 4 ടോപ്പിക്സുകൾ എനിക്ക് കവർ ചെയ്യാനായോ? ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ നോക്കണം അതിന്റെ റീസൺ എന്തായിരുന്നു. ആ റീസൺ കണ്ടുപിടിച്ചുകൊണ്ട് ആ റീസണുള്ള കാരണം, ആ റീസൺ എന്തുകൊണ്ടായിരുന്നു എങ്കിൽ ആ റീസൺ നെക്സ്റ്റ് ഡേയിലേക്ക് നിങ്ങൾ കുറച്ച് കൊണ്ടുവരണം. കാരണം ഡേ ബൈ ഡേ നിങ്ങൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു പ്ലാൻ സെറ്റ് ചെയ്യാൻ പറയുന്നത്. ഒരു പ്ലാനിങ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ച്വൽ പെർഫോമൻസ്, നിങ്ങൾ എങ്ങനെയാണോ ഇപ്പൊ പെർഫോം ചെയ്യുന്നത് ആ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ആയിട്ട്, അത് നിങ്ങൾ ഇത്രയും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ച രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ ആ ഡീവിയേഷൻ എവിടെയാണ് എന്ന് അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് ഓരോ ദിവസത്തേക്ക് നിങ്ങളൊരു ടാസ്ക് നിങ്ങൾ വെച്ചിരിക്കണം. അല്ലാതെ ഇന്നത് പഠിക്കാം, അത് കഴിയുന്നിടത്തോളം കഴിയട്ടെ, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ പാടില്ല. ഇന്ന് ഞാൻ ഇത്രയും 4 ക്വസ്റ്റ്യൻസോളാണ്, അല്ലെങ്കിൽ ഈ ബ്ലോക്കിൽ നിന്ന് PYQ അനാലിസിസ് നോക്കിയപ്പോൾ 4 ക്വസ്റ്റ്യൻസോളാണ് ചോദിച്ചിട്ടുള്ളത്. ഈ 4 ക്വസ്റ്റ്യൻസോളാണ് ഞാൻ നോക്കണ്ടെങ്കിൽ ആ 4 ക്വസ്റ്റ്യൻസോളാണ് നിങ്ങളുടെ അന്നത്തെ ദിവസത്തെ ലക്ഷ്യം, നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത്. ആ ഗോളിലോട്ട് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിച്ചില്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് സാധിക്കാഞ്ഞത്, നെക്സ്റ്റ് ഡേ എനിക്ക് അത് ഓവർകം ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇതൊക്കെ നിങ്ങൾ നോക്കണം. അങ്ങനെ ഡേ ബൈ ഡേ നിങ്ങൾ എന്ത് ചെയ്യണം, ഇംപ്രൂവ് ചെയ്യണം. അവസാനം ഈ ഇംപ്രൂവ്മെന്റ് നിങ്ങളുടെ മാർക്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കണം. അപ്പൊ ആയതിനാൽ എന്താണ്, നല്ലൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ വെക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ പൊട്ടൻഷ്യൽ വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യാം, ആ രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഒരിക്കലും ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് നിങ്ങൾ പോവരുത്. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. വേറൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അയാളുടെ ഒപ്പം എത്താൻ വേണ്ടി ചെയ്യരുത്. നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. ഇനി നമുക്ക്, അപ്പൊ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റേജ് കഴിഞ്ഞു, ഇനി നമുക്ക് എക്സാം ഹാളിലോട്ട് എത്തുന്ന കാര്യം നോക്കാം. ഈ എക്സാം ഹാളിലോട്ട് എത്തുമ്പോൾ അവിടെയും സമയത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. എക്സാം ഹാളിൽ എത്തിയതിനു ശേഷം മാത്രമല്ല കേട്ടോ, എക്സാമിന് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയം മുതൽ അല്ലെങ്കിൽ ഹാളിൽ എത്തുന്ന ആ സ്റ്റേജ് വരെ നിങ്ങൾക്ക് എന്താ അപ്പം മുതൽ എന്താണ് ടൈം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് നേരം വൈകി എത്തി ആക്കി കഴിഞ്ഞാൽ എന്താവും, എക്സാം നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് എഴുതാൻ പറ്റില്ല. നിങ്ങളുടെ മൈൻഡിൽ മുഴുവൻ നിങ്ങൾ ചിലപ്പോൾ ഭയങ്കര ഷിവറിങ് ആവും, നിങ്ങൾക്ക് ഒന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് ആയി പോവും. അപ്പൊ എന്താവോ പറയാ, അവരെന്നെ കേറ്റില്ലാവോ, ഇനിയിപ്പോ എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ലാവോ, അങ്ങനെ പല ചിന്തകളൊക്കെ കടന്നിട്ടാവും നിങ്ങൾ വരിക. അപ്പൊ ആയതിനാൽ നിങ്ങൾ ഒരു എക്സാം ഹാളിലോട്ട് ഒരു മിനിമം ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും നിങ്ങൾക്ക് വരാനായിട്ട് എത്താൻ പറ്റുമെന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറപ്പെടാൻ. ആ കറക്റ്റ് സമയത്തിന്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഉച്ച സമയം 2 മണിക്കാണ് എക്സാം എങ്കിൽ 2 മണിക്ക് എത്തുന്ന രീതിയിൽ പോവരുത്. ഒരു 1:30 1:45 നിങ്ങൾ എക്സാം ഹാളിൽ എത്തുന്ന രീതിയിൽ പോവുക. ചെന്ന് കഴിഞ്ഞാൽ വെറുതെ അവിടെ ഇവിടെയും കറങ്ങി തിരിയാതെ ചെല്ലുക. എവിടെയാണ് നിങ്ങളുടെ എക്സാം ഹാൾ എന്നുള്ളത് ഉറപ്പുവരുത്തുക, എവിടെയാണ് നിങ്ങൾ ഇരിക്കേണ്ട സീറ്റ് എന്നുള്ളത് നോക്കി വെക്കുക. പിന്നീട് അതൊക്കെ ഓക്കെ ആയതിനു ശേഷം നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്തോളൂ, പൊക്കോളൂ. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കൺഫേം ചെയ്യണം തുടക്കത്തിൽ ചെന്നതിന് ശേഷം. അതിനോടൊപ്പം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ID കാർഡ് ഇല്ലേ, ഹോൾ ടിക്കറ്റ് ഇല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾ എല്ലാ ദിവസവും ചെക്ക് ചെയ്യണം. ഒരു ദിവസമല്ല, ഡെയിലി എക്സാം കഴിയുന്ന ലാസ്റ്റ് ഡേ വരെ നിങ്ങൾ എന്ത് ചെയ്യണം, കൺഫേം ചെയ്യണം. കാരണം ഇതൊക്കെ നമ്മളെ ടെൻഷൻ ആക്കാനുള്ളതാണ്. നമ്മൾ എന്തോരം പഠിച്ചാലും ഒരു നിമിഷം നമ്മളൊന്ന് പതറിപ്പോയി കഴിഞ്ഞാൽ, ഒരു നിമിഷം നമ്മളൊന്ന് വേർത്ത് പോയി കഴിഞ്ഞാൽ ഈ പഠിച്ചു ഒന്നും കാര്യമില്ലാതെയാവും. അപ്പൊ ആയതിനാൽ നമ്മൾ മെന്റലി പ്രിപ്പയർ, ഫിസിക്കലി ഉള്ള ഫിറ്റ്നസ് മാത്രമല്ല മെന്റലി നമ്മൾ എന്തായിരിക്കണം, ഫിറ്റ് ആയിരിക്കണം. അതിന് ഈ സംഗതികളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഡെയിലി നമ്മൾ നമ്മളെ തന്നെ റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കണം, ഡെയിലി നമ്മൾ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, ഒന്ന് ഗോ ത്രൂ ചെയ്യണം. നിങ്ങളെന്ന വ്യക്തിയിലൂടെയും ഗോ ത്രൂ ചെയ്യണം, നിങ്ങളുടെ സബ്ജക്റ്റിലൂടെയും നിങ്ങൾ കൊണ്ടുപോകുന്ന സംഗതികളിലൂടെയും നിങ്ങൾ എന്ത് ചെയ്യണം, ഗോ ത്രൂ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി പിന്നെ എക്സാം ഹാളിലോട്ട് നിങ്ങളൊരു 15 മിനിറ്റ് മുമ്പ് എത്തിക്കഴിഞ്ഞ് അങ്ങനെ എക്സാം തുടങ്ങി നിങ്ങൾ എക്സാമിന് കയറുകയാണ്. പേപ്പർ കിട്ടി ഉടനെ തന്നെ നിങ്ങൾ എഴുതുക എന്നുള്ള രീതി നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങളൊരു 10 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഒന്ന് ജസ്റ്റ് ആദ്യം മുതൽ അവസാനം വരെയുള്ള പേജുകളിലൂടെ കടന്നു പോവുക. ആ പോകുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസുകൾ നല്ല രീതിയിൽ വായിക്കുക. ചിലപ്പോൾ ആൻസർ
3 ഫ്രം ദ ഫോളോയിങ്. ചിലപ്പോൾ ആൻസർ ഇനി 4 ആയിരിക്കാം, പക്ഷെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പഴയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ ആ ഓർമ്മയിൽ എന്ത് ചെയ്യും, 3 തന്നെ എന്നുള്ള രീതിയിൽ എഴുതും. പക്ഷെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായിരിക്കും, ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻ എഴുതാനാവും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ ഇൻസ്ട്രക്ഷൻസ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വായിക്കാൻ നോക്കണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിരിക്കുന്ന അലോട്ട് ചെയ്തിരിക്കുന്ന സമയം എത്രയാണ്, എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ഇതെല്ലാം നിങ്ങൾ നോക്കണം. ഇൻസ്ട്രക്ഷൻസ് വായിക്കുക. അതിനുശേഷം ഓരോ ക്വസ്റ്റ്യനിലൂടെയും നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കുക. ഒരു 15 മിനിറ്റ്സ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം, ഒരു കൂൾ ഓഫ് ടൈം. അല്ലാതെ നിങ്ങൾ തുടക്കത്തില് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് വേണ്ടി കയറി ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസോട് ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യില്ല, തുടക്കത്തിൽ ചിലപ്പോൾ ഒരു 3 ക്വസ്റ്റ്യൻസ് കണ്ടു നിങ്ങൾ എഴുതി, ചിലപ്പോൾ അതിനേക്കാൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ എന്താണ് ഒരു 6-മതോ 7-മതോ ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ക്വസ്റ്റ്യൻ പേപ്പറിൽ മൊത്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കണ്ണോടിച്ച് വരിക. അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം എഴുതാനായിട്ട് നിങ്ങൾ ഇരിക്കുക. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് 3 മണിക്കൂറാണ് നിങ്ങളുടെ എക്സാം വരുന്നത്. ഈ 3 മണിക്കൂർ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കണം. ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ്സ് എങ്കിലും, ഒരു ഹാഫ് ആൻ അവർ എങ്കിലും ഒരു ക്വസ്റ്റിന് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിവിഷൻ നടത്തുക. ആ ഡിവിഷൻ നടത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അവസാനം ഒരു ഹാഫ് ആൻ അവർ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ പേപ്പർ ഷീറ്റിലൂടെ ഒന്ന് റിവ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു സമയം കൂടി മാറ്റി വെക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് എങ്കിലും, സ്റ്റാർട്ടിങ്ങിൽ ഒരു 15 മിനിറ്റ്സ് നിങ്ങൾക്ക് മാറ്റി വെക്കാൻ സാധിക്കണം. അവസാനവും നിങ്ങൾക്ക് എന്താണ്, ഒരു 15 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, മാറ്റി വെക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. കാരണം എക്സാം ഒക്കെ നിങ്ങൾ നല്ലപോലെ എഴുതിയിട്ടുണ്ടാവും. ചില കുട്ടികൾക്കുണ്ട് ആ ലാസ്റ്റ് ദിവസം ഇൻവിജിലേറ്റർ വന്ന് പേപ്പർ കയ്യിൽ നിന്ന് പറിച്ചു വാങ്ങുന്നവർ എക്സാം എഴുതിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ മുഴുവൻ ടെൻഷനാണ്. ഞാൻ എൻറോൾമെന്റ് നമ്പർ എഴുതിയത് കറക്റ്റ് അല്ലേ, ഞാൻ ഇന്ന ക്വസ്റ്റ്യൻസോട് തന്നെ എഴുതിയിട്ടില്ലേ, ഞാൻ ടൈ ചെയ്തത് കറക്റ്റ് അല്ലേ, ഇങ്ങനെ ഒരുപാട് ടെൻഷനുള്ള. ഈ ടെൻഷൻ വെച്ചിട്ടാവും നാളെയും വീണ്ടും വരിക. ചിലപ്പോൾ ഈ ടെൻഷൻ വെച്ചിട്ടാവും നെക്സ്റ്റ് ഡേയിൽ എക്സാം പഠിക്കാതിരിക്കുക. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി എന്താക്കും, ആ കുട്ടിയുടെ പിന്നീടുള്ള ദിവസങ്ങളിലെ എക്സാമിനെ അത് ചിലപ്പോൾ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കാം. അപ്പൊ ആയതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 15 മിനിറ്റ്സ് മുമ്പെങ്കിലും നിങ്ങളുടെ എക്സാം കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ഫ്രണ്ട് പേജിലോട്ട് പോവുക. അവിടെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന എൻറോൾമെന്റ് നമ്പർ കറക്റ്റ് അല്ലേ, ഞാൻ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സിന് നമ്പറിങ് കൊടുത്തിരിക്കുന്നത് കറക്റ്റ് അല്ലേ, ഞാൻ എഴുതിയിരിക്കുന്ന ആൻസേഴ്സ് ഒക്കെ വാലിഡ് ആയിട്ടുള്ള പോയിന്റുകൾ ഇല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കണം. പല കുട്ടികളോടും നമ്മളോട് വന്നിട്ട് വിളിച്ചിട്ട് പറയും, മാം എനിക്ക് എക്സ്പെക്ട് ചെയ്ത മാർക്കില്ല മാം, ഞാൻ ഒരുപാട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് എഴുതുന്നതിലല്ല കാര്യം. അവിടെ നേരത്തെ സുനിറ മാം പറഞ്ഞതുപോലെ അവരുടെ കയ്യിൽ ഒരു ആൻസർ കീ ഉണ്ട്. ആ ആൻസർ കീയിൽ പറയുന്ന കുറച്ച് വാലിഡ് ആയിട്ടുള്ള പോയിന്റുകൾ ഉണ്ട്. ഇതെന്ത് വേണം, അതിലുണ്ടായിരിക്കണം. അല്ലാതെ നിങ്ങൾ എന്തൊക്കെയോ നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്ക് തരില്ല. അപ്പൊ അതങ്ങനെ എഴുതുന്ന സമയത്ത് ആ വാലിഡ് ആയിട്ടുള്ള പോയിന്റുകളൊക്കെ നിങ്ങൾ എഴുതിയിട്ടില്ലേ എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് റിവ്യൂ ചെയ്യാൻ പറ്റണം. അപ്പൊ ആ റിവ്യൂ ചെയ്ത് പറ്റണമെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം കൂടി കൊടുക്കണം. അപ്പോൾ നിങ്ങളൊരു സ്റ്റാർട്ടിങ്ങിൽ ഒരു കൂൾ ഓഫ് ടൈം കൊടുക്കുക. പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം നിങ്ങൾ എഴുതി തുടങ്ങുക. ആ എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 15 മിനിറ്റ്സ് നിങ്ങൾക്ക് നിങ്ങൾ എഴുതിയിട്ടുള്ള ആൻസേഴ്സിലൂടെ ഗോ ത്രൂ ചെയ്യാനായിട്ടുള്ള സമയം ഇല്ലേ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. എന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊന്ന് റിലാക്സ്ഡ് ആയിട്ട് എക്സാമിനെ സമീപിക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഡേലത്തെ എക്സാംസിനും അല്ലെങ്കിൽ വരാൻ പോകുന്ന എക്സാംസിനൊക്കെ ഒന്ന് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും ഒരു ഹറിബറി മോഡൽ ഒരു എക്സാമിന് പോകരുത്. സമയം റൺ ചെയ്തുകൊണ്ടിരിക്കും, അതൊക്കെ കറക്റ്റ് തന്നെയാണ്. പക്ഷെ അതിനു വേണ്ടിയുള്ള പ്ലാനിങ് നിങ്ങൾ മുമ്പേ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ സമയത്തിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒരു പ്ലാനിങ് നിങ്ങൾക്ക് മസ്റ്റ് ആയിരിക്കണം. കാരണം സമയം ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒന്നല്ല. ആയതിനാൽ നല്ല രീതിയിലുള്ള പ്ലാനിങ് നിങ്ങൾ എന്ത് ചെയ്യണം, തുടക്കം മുതലേ നിങ്ങൾ എന്ത് ചെയ്യണം. ഇനി നിങ്ങൾക്ക് അടുത്തതായിട്ട് പറയാനായിട്ടുള്ള എനിക്കൊരു പോയിന്റ് ആണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് നല്ല സ്മാർട്ട് ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതാൻ പറ്റുക. അപ്പൊ നമ്മൾ ഹൗ ടു ക്രാക്ക് എക്സാംസിന്റെ ഒക്കെ വീഡിയോസുകൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എങ്ങനെയാണ് സ്മാർട്ടായിട്ട് ആൻസർ പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ അതിന് കുറെ തവണ നമ്മൾ പറയുന്നുണ്ട്, വിഷ്വൽ എയ്ഡ്സ് യൂസ് ചെയ്യുക, ബുള്ളറ്റിൻ പോയിന്റ്സ് യൂസ് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന പോലെ തന്നെ തുടക്കത്തിൽ വാണി മാം പറഞ്ഞിരുന്നു, നിങ്ങൾ ഫ്ലോ ചാർട്ട്സ് ഉണ്ടെങ്കിൽ ഫ്ലോ ചാർട്ട് ഒക്കെ യൂസ് ചെയ്യുക. എന്തെങ്കിലും ഇപ്പോൾ ഒരു പ്രോസസ്സാണ്, ഇപ്പോൾ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ആണ് നിങ്ങളോട് പറയാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എങ്ങനെയാണ് പോകുന്നത്, ആ ഫ്ലോ ചാർട്ട്സ് ഉപയോഗിക്കാം. അതിനോടൊപ്പം തന്നെ എക്സാമ്പിൾസുകൾ കോട്ട് ചെയ്യാം. അപ്പൊ എക്സാമ്പിൾസുകൾ എഴുതുമ്പോൾ അത് വായിക്കുന്ന അതല്ലെങ്കിൽ
വാല്യൂ ചെയ്യുന്ന വ്യക്തിക്ക് നിങ്ങൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടാണ് അത് എഴുതിയിട്ടുള്ളത് എന്നുള്ളതൊരു തോന്നൽ എന്ത് ചെയ്യും, ആളുടെ മൈൻഡിലോട്ട് വരും. അല്ലാതെ ഈ കുട്ടി എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നതല്ല, എന്തൊക്കെയോ തിയറി എഴുതി വെച്ചിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അല്ല ആളുടെയിലോട്ട് പോകും. ആൾ നോക്കുമ്പോൾ കുട്ടിക്ക് കോൺസെപ്റ്റ് അറിയാം. അങ്ങനെ നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി എഴുതുന്നതുകൊണ്ടാണ് നമുക്ക് എക്സാമ്പിൾസുകൾ കോട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെ എക്സാമ്പിൾസുകൾ വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ നാളെ ആയാലും നമുക്കൊരു ലൈഫിലായാലും നമ്മുടെ ഒരു കരിയറിലായാലും വീണ്ടും ഈ സെയിം ഇൻസിഡന്റ് അല്ലെങ്കിൽ സെയിം ടേം വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് പ്രാക്ടിക്കലി നിങ്ങൾ പഠിച്ചിട്ടുള്ള തിയറീസുകൾ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് നിങ്ങൾ എഴുതാൻ, കീവേഡ്സിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. എന്തെങ്കിലും കീവേഡ്സുകൾ നിങ്ങൾക്ക് എഴുതാനായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഹൈലൈറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതാനായിട്ട് ശ്രമിക്കുക. പിന്നീട് സ്ട്രക്ചർ മാറ്റർ ആണ്. അതായത് തുടക്കത്തിൽ വാണി മാം റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുനിറ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എപ്പോഴും ഒരു ആൻസർ എഴുതുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു നേരിട്ട് തന്നെ അതിന്റെ മെയിൻ ആൻസറിലോട്ട് പോവാതെ ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കണം, ഒരു ബോഡി പാർട്ട് കൊടുക്കണം, ഒരു കൺക്ലൂഷൻ പാർട്ട് കൊടുക്കണം. പാരഗ്രാഫ് വൈസ് ആക്കി കൊടുക്കാനായിട്ട് പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കണം. ഓരോ ബോഡി പാർട്ടിലൊക്കെ ഒറ്റ ഒരു പാരഗ്രാഫ് എഴുതി വെക്കാതെ അതിനെ എന്താണ് 3-4 പാരഗ്രാഫുകളാക്കി നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെഡ്ലൈൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അണ്ടർലൈൻ ചെയ്യണം. പരമാവധി ഓരോ സംഗതികൾക്കും എന്തെങ്കിലും എക്സാമ്പിൾസുകളൊക്കെ ഉണ്ടെങ്കിൽ എക്സാമ്പിൾസ് കോട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെയാകുമ്പോൾ പേജസ് ഉണ്ടാവും, നോക്കുന്ന ആൾക്കും കുറച്ച് എന്തായിരിക്കും, അട്രാക്റ്റീവ് ആയിരിക്കും. അത് നല്ല രീതിയിൽ പ്രസന്റേഷൻ നടത്തുമ്പോൾ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെയോ എഴുതി വെച്ച് പേജിന്റെ എണ്ണം കൂട്ടുന്നതിലല്ല കാര്യം. നിങ്ങൾ എഴുതുന്നത് 2-3 പേജ് ആയിക്കോട്ടെ, അതില് ആ ഇൻവിജിലേറ്ററിന്റെ കയ്യിലുള്ള കീവേഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് അവിടെ ഉറപ്പാണ്. അപ്പൊ ആയതിനാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ രീതിയിൽ പഠിക്കും. പിന്നെ കുറെ തിയറി മഗപ്പ് ചെയ്യാതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസുകളും കാര്യങ്ങളും എടുത്ത് പഠിക്കുമ്പോൾ അത് പഠിക്കുന്ന നിങ്ങൾക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നിങ്ങൾ അത് കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടാ പോണേ. അപ്പൊ നിങ്ങൾക്ക് എന്തായിരിക്കും, നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. നാളെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം വേറൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് വരും, എക്സാം എഴുതാനായിട്ടൊരു ഇൻട്രസ്റ്റ് വരും, പേപ്പർ നോക്കുന്ന വ്യക്തിക്കും നിങ്ങളുടെ പേപ്പർ നോക്കാൻ ഒരു താല്പര്യം വരും. അപ്പൊ ആയതിനാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ എഴുതുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പരമാവധി ശ്രദ്ധിച്ച് നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ആൻസർ ഒക്കെ എഴുതി അവസാന സ്റ്റേജിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 10 to 15 മിനിറ്റ്സ് നിങ്ങൾ എഴുതിയിട്ടുള്ള ആൻസേഴ്സ് കറക്റ്റ് അല്ലേ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസിന്റെ ഉള്ളിലൊക്കെ സബ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരിക്കും, നമ്മൾ ഈ തിരക്കിന്റെ ഇടയിൽ വിട്ടുപോകും. അപ്പൊ അത് അങ്ങനെ വിട്ടുപോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്, നിങ്ങളൊരു റിവ്യൂ ടൈം, നിങ്ങൾ റിവ്യൂ ചെയ്യാനായിട്ടൊരു സമയം നിങ്ങൾ എന്ത് ചെയ്യണം, വെക്കണം. അത് സ്റ്റാർട്ടിങ്ങിലും വെക്കണം, അവസാനവും വെക്കണം. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ മുമ്പിൽ ഒരു ദിവസമായിക്കോട്ടെ 2 ദിവസമായിക്കോട്ടെ നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്നെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് എക്സാം ഹാളിൽ എത്തുന്നവരെ ഈ രീതിയിലുള്ള ഒരു പ്ലാനിങ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതാത് എക്സാംസുകൾ നല്ല രീതിയിൽ എക്സാം എഴുതാനും നല്ലൊരു റിസൾട്ട് ജനറേറ്റ് ചെയ്യാനും സാധിക്കും. നിങ്ങളെല്ലാവരും നല്ലൊരു എക്സാം എഴുതുമെന്നും അല്ലെങ്കിൽ നല്ല രീതിയിൽ എക്സാം എഴുതുമെന്നും നല്ല റിസൾട്ട് ഉണ്ടാവണമെന്നാണ് നമ്മൾ ലേൺ വൈസ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇനീഷ്യേറ്റീവ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കണം. PYQ അനാലിസിസ് ആയിക്കോട്ടെ, ഹൗ ടു ക്രാക്ക് എക്സാംസ് ആയിക്കോട്ടെ, അങ്ങനെ വരുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തൊക്കെ ഇൻഫർമേഷൻസുകൾ കിട്ടുന്നോ അതൊക്കെ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നുപോയി. ഇനി ഞാൻ ഈ സെഷനിലോട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് അക്ഷര മാമിനെയാണ്. അക്ഷര മാമിനെ നിങ്ങൾ ഓൾറെഡി ഒരുപാട് സെഷൻസിൽ കണ്ടിട്ടുള്ളതാണ്. അക്ഷര മാം ഇനി സംസാരിക്കാൻ പോകുന്നത് സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഞാൻ അക്ഷര മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. അക്ഷര മാം. താങ്ക് യു രാഖി. ഇത്ര നേരമായിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് എങ്ങനെ നമ്മൾ നോക്കണം, എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എക്സാമിന്റെ രീതികൾ എന്താണ്, എക്സാമിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, അങ്ങനെയാണ് നമ്മൾ ഫുൾ ആയിട്ട് കേട്ടത്. ഇത് കേട്ടപ്പോ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സ്ട്രെസ് അടിച്ചിട്ടുണ്ടാവും. അയ്യോ എക്സാംസ് വരുമല്ലേ, നമുക്ക് ഇനി ആകെ അത്ര ടൈം അല്ലേ ഉള്ളൂ എന്നുള്ള ഒരു വറീസ് ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ളിൽ വന്നിട്ടുണ്ടാവും. എക്സാംസ് അടുക്കുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് ഫ്രീ കിട്ടുന്ന ഒരു സാധനമാണ് നമുക്ക് സ്ട്രെസ് ആയിട്ട് ഉണ്ടായിരുന്നത്. എല്ലാവർക്കും ഉണ്ടാവും. നമുക്ക് ചെറുപ്പം മുതൽ, നമുക്ക് സ്കൂളിൽ നിന്ന് മുതൽ നമുക്ക് പരീക്ഷ അല്ലെങ്കിൽ എക്സാം എന്നുള്ള ഒരു ടേം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ കൂടെ എന്താ പറയാ, നമുക്ക് ഒരു കോംബോ ഓഫർ പോലെ കിട്ടുന്ന ഒരു കാര്യമാണ് നമുക്ക് എക്സാമിന്റെ ഈ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ ഓൾറെഡി നമുക്ക് എക്സാം എങ്ങനെ എഴുതണം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ എക്സാമിന് പോവേണ്ടത്, ടൈം എങ്ങനെ മാനേജ് ചെയ്യാന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ഒരിക്കലും എന്താ പറയാ ഇതൊന്നും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് സ്ട്രെസ്. പക്ഷെ
നല്ല രീതിയിൽ സ്ട്രെസ്സുകൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ നല്ല രീതിയിലുള്ള സ്ട്രാറ്റജീസും അതുപോലെ തന്നെ ടെക്നിക്സുകളും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു സ്ട്രെസ്സിനെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് നമ്മളുടെ ഈ ഒരു സ്റ്റഡി മെത്തഡോളജി, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ മറന്നു പോവുക, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നേരം ഇരുന്ന് പഠിച്ചു എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഭയങ്കരമായിട്ട് ഇരുന്ന് സ്ട്രെസ് അടിച്ചുകൊണ്ടിരിക്കുവാണ്, എനിക്കൊന്നും പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല, ഞാൻ പഠിച്ചതൊക്കെ എനിക്ക് മറന്നു പോകുന്നു. ഇതൊക്കെ ഈ ഒരു സ്ട്രെസ്സിന്റെ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും. കാരണം പഠിക്കുന്നുണ്ടാവും, പഠനമൊക്കെ അതിൻ്റെതായ രീതിയിൽ നടക്കുന്നുണ്ടാവും, ബട്ട് സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രോസസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ അത്രയും കഷ്ടപ്പെട്ടു, ഇരുന്നു, അത്രയും വർക്ക് ചെയ്തു, നമ്മൾ കുറെ പിന്നെ നമ്മുടെ SLMO നോക്കിയിട്ടുണ്ടാവും, നമ്മൾ ആപ്പിലുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, ബട്ട് സ്റ്റിൽ നമുക്ക് ഇത് എന്താ പറയാ, നമുക്ക് ഈ ഒരു എക്സാം എങ്ങനെ ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ എക്സാമിൻ്റെയോട് അടുക്കും തോറും നമുക്ക് അതിന് പിന്തിരിയാനുള്ള ഒരു ടെൻഡൻസി കൂടുന്നുണ്ടാവും. നമ്മൾ സ്റ്റുഡൻസിനെ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് എക്സാം അടുക്കും തോറും ഞാൻ ഇതിന്ന് ബാക്ക് ഔട്ട് ആവട്ടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടാണ് വരിക. അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്യാപ്പിന് ശേഷമായിരിക്കാം ഈ എക്സാമിന് അപ്പിയർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിൻ്റെതായ പ്രയാസങ്ങൾ നമ്മൾ നേരിടുന്നുണ്ടാവും. ഒന്നാമത് നമുക്ക് എങ്ങനെ എക്സാം എഴുതണം, അല്ലെങ്കിൽ എക്സാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാസ്സാവുമോ, പാസ്സായില്ലെങ്കിൽ എന്നെ ഇപ്പൊ നമ്മുടെ റിലേറ്റീവ്സും നമ്മുടെ ഫാമിലീസും ഒക്കെ അറിയുന്നുണ്ടാവും നമ്മളിങ്ങനെ ഒരു എക്സാമിന് അപ്പിയർ ചെയ്യുന്ന കാര്യം. അപ്പൊ ഞാൻ ഇത് ഫെയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവരോടത്തൊക്കെ ഒരു ആൻസർ ഞാൻ പറയണ്ടേ, ഞാൻ തോറ്റുപോയി എന്ന് ഞാൻ പറയണ്ടേ എന്നുള്ളൊരു ചിന്തകളൊക്കെയാണ് നമ്മളെ മെയിൻ ആയിട്ട് ഇതിന്റെയൊക്കെ ഒരു സ്ട്രെസ്സിന്റെ ഏറ്റവും പിന്നിലുള്ള മെയിൻ റീസൺ ആയിട്ട് ഉണ്ടാവുന്നത്. ഈ സ്ട്രെസ്സിനെ കൊണ്ട് തന്നെ നമുക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ച കാര്യങ്ങൾ മറന്നുപോകും. അതുപോലെ തന്നെ ഞാനിങ്ങനെ തോക്കും, അല്ലെങ്കിൽ ഫുള്ള് നെഗറ്റീവ് തോട്ട്സും, ഭയങ്കര ഒരു നെഗറ്റീവ് ഒരു ഫുള്ളായിട്ട് നമ്മൾ നെഗറ്റീവായി പോകും. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, പഠിച്ചതിന്റെ നോട്ട്സുകളും അല്ലെങ്കിൽ നോട്ട്സിന്റെ മേലെ ഷോർട്ട് നോട്ടുകളും ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെതായ രീതിയിൽ നമ്മൾ പോകുന്നുണ്ടാവും. ബട്ട് സ്റ്റിൽ നമ്മൾ പിൻവലിക്കുക, അല്ലെങ്കിൽ നമ്മളെ മുന്നോട്ടേക്ക് പോകും തോറും നമ്മളെ പിന്നൊന്ന് എന്താ പറയുക, ഒരു പുഷ് ബാക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത്. ഇതെങ്ങനെയാണ് നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളതിന്റെ ചെറിയ ചെറിയ കുറച്ച് ടെക്നിക്സുകളും കാര്യങ്ങളാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമുക്ക് എന്തുകൊണ്ടാണ് സ്ട്രെസ് വരുന്നത്, അതായത് നമ്മളൊരു ശരിയായ ദിശയിൽ നമ്മൾ പഠിച്ചു പോയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ ശരിയല്ല, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന രീതി ശരിയല്ല. എന്റെ ഒരു ഫ്രണ്ട് ഇതേ കോഴ്സ് എടുക്കുന്നുണ്ട്, ആ കുട്ടി നമ്മളെക്കാളും വളരെ മുമ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കുട്ടി 5 സബ്ജക്ട് തീർത്തു, ഞാനിവിടെ 3ാമത്തെ സബ്ജക്റ്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു കമ്പാരിസൺ വന്നു. ഇപ്പൊ ഓൾറെഡി ഇതിനു മുമ്പ് സംസാരിച്ച എല്ലാ ആൾക്കാരും ഇത് തന്നെയാണ് പറഞ്ഞത്. നമുക്ക് നമ്മളതായ രീതികൾ ഉണ്ടാവും, നമ്മളതായ ശൈലി ഉണ്ടാവും, നമ്മളതായ ആ ഒരു എന്താ പറയുക സ്പീഡ് ഉണ്ടാവും, നമ്മളെ ഒരു സ്റ്റഡിങ് മെത്തഡോളജി ഉണ്ടാവും. എല്ലാവരും യുണീക്ക് ആണ്. നമ്മൾ ഒരിക്കലും ഒരാളെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമ്മൾ എക്സ്ട്രീം ലെവലിലോട്ടേക്കാണ് എത്തുക. അതായത് നമ്മൾ മുമ്പോട്ടേക്ക് പോവാതെ അതിൽ നേരെ പിന്തിരിഞ്ഞാണ് പോവുക. അപ്പോ അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാര്യം എങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇപ്പൊ ഓൾറെഡി നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റിലും പഠിക്കേണ്ടത്, ഓരോ സബ്ജക്റ്റിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയാസ് ഏതൊക്കെയാണ്. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്ത് പഠിക്കുക. അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് എല്ലാം ഇങ്ങനെ വാരി വലിച്ച് ഒന്നിച്ച് തന്നെ ഇങ്ങനെ പഠിക്കാതെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്ട് എടുത്ത് പഠിക്കുവാണെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഒറ്റയടിക്ക് പഠിക്കരുത്, ബ്രേക്ക് എടുത്തിട്ട് പഠിക്കുക. കാരണം നമ്മളുടെ ഒരു അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25 to 40 minutes ആണ്. അപ്പൊ അതിൽ എക്സീഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര സമയം അവിടെ ഇരുന്നിട്ടും കാര്യമില്ല. നമുക്ക് പിന്നെ ഉള്ളത് എന്താ, നമ്മളെ തലയിലല്ല വരിക. അതായത് നമ്മൾ ഇരിക്കുന്നുണ്ടാവും, പഠിക്കുന്നുണ്ടാവും, ബട്ട് സ്റ്റിൽ നമ്മുടെ മൈൻഡിൽ അത് നിൽക്കില്ല. അപ്പോ ആ ഒരു മെമ്മറി ലോസ്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് മറന്നു പോകുന്നു എന്നുള്ള ഒരു കാര്യം അങ്ങനെയാണ് വരിക. നമ്മൾ ഇത്രത്തോളം നേരം ഇരുന്ന് പഠിച്ചിട്ടോ അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പെട്ടിട്ടോ ഒരു എന്താ പറയാ അതിനൊരു വാല്യൂ ഇല്ലാണ്ടായി പോകുന്ന ഒരു അവസ്ഥയാണ് വരിക. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് പഠിക്കുക. അതിന്റെ കൂടെ തന്നെ ബ്രേക്ക് എടുത്തും പഠിക്കുക. അതായത് പഠിക്കുമ്പോൾ ബ്രേക്ക് ചെയ്തും പഠിക്കുക, ബ്രേക്ക് എടുത്തും പഠിക്കുക. ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ പോയി തിരിച്ചു വരുമല്ലോ, നമ്മൾ വൺസ് ഒരു ബ്രേക്ക് എടുത്ത് നമ്മൾ പിന്നെയും തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ എന്തായിരുന്നു പഠിച്ചത് എന്നൊന്ന് റിവൈസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു ഡേ നമ്മളിപ്പോ ഒരു 3-4 അല്ലെങ്കിൽ ഒരു 5-6 പ്രാവശ്യം ബ്രേക്ക് എടുത്തു എന്ന് വിചാരിക്കും. അപ്പൊ 5-6 പ്രാവശ്യം നമ്മൾ റിവൈസ് ചെയ്യുന്നുണ്ട്. റിവൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായിരുന്നു പഠിച്ചത് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക, എന്തായിരുന്നു പഠിച്ചത്. അല്ലെങ്കിൽ നമ്മളൊന്ന് കണ്ണടച്ചിരുന്നിട്ട് നമ്മൾ പിന്നെ ഒരു ബ്രേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തായിരുന്നു ഞാൻ കേട്ടത്, എന്തായിരുന്നു ഞാൻ പഠിച്ചത് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് സെൽഫ് ടോക്ക് ആണ്. അതായത് ഞാൻ എപ്പോഴും എനിക്ക് നല്ല മാർക്ക് കിട്ടില്ല, എനിക്ക് നല്ല മാർക്ക് കിട്ടാൻ സാധ്യതയില്ല, കാരണം ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഇങ്ങനെയൊന്നും പഠിച്ചാൽ ശരിയാവില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട്
പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതായത് ഞാൻ ഇത്രയും പഠിച്ചിട്ടുണ്ട്, ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ എന്റെ ഈ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ ഇത്രയും എഫേർട്ട് എടുത്ത് ഞാൻ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന രീതിയിലേക്ക് നമ്മളുടെ സ്ട്രെങ്തിനെ പ്രൊമോട്ട് ചെയ്തിട്ട് കൂടുതലും നെഗറ്റീവ്സ് ആയിട്ട് നമ്മൾ ചിന്തിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ അതൊരു പേപ്പറിലൊക്കെ എഴുതിയിട്ട് ഓക്കെ ഞാൻ ഇതിന്ന് കംബാക്ക് ചെയ്യും, എന്റെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിഗ്രി ആണ്, ഈ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എനിക്ക് അത്രയും വാല്യൂ ആണ്, ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ പഠിക്കാനിരുന്നതാണ്, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് എനിക്ക് ഈ ഡിഗ്രിക്ക് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ കൊടുത്ത ഈ ഒരു എഫേർട്ട് അതിന്റെ റിസൾട്ട് എനിക്ക് കിട്ടും എന്നുള്ള രീതിയിലായിരിക്കണം നമ്മളുടെ കംപ്ലീറ്റ് ചിന്തകളും പോകുന്നത്. ഓക്കെ, അങ്ങനെ എപ്പോഴും നമുക്ക് ആ രീതിയിൽ ചിന്തിക്കാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ നമ്മളുടെ ചിന്തകളെ ഒന്ന് റീഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെ ഞാൻ പറഞ്ഞു നെഗറ്റീവ് തോട്ട്സ് വരും, നെഗറ്റീവ് കാര്യങ്ങൾ വരും. അങ്ങനെ നിൽക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ ജേർണലിംഗ് എന്നുള്ള ഒരു മെത്തേഡ്സ് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്താണ് ജേർണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പൊ പെട്ടെന്ന് നമുക്ക് ഒരു ഭയങ്കര രീതിയിൽ നെഗറ്റീവ് തോട്ട് വരുന്നു, എനിക്ക് എക്സാം എഴുതണ്ട, എനിക്ക് ഭയങ്കര ടഫ് ആയിരിക്കും, എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാൻ പറ്റുമായിരിക്കും, അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല എന്നുള്ള ചിന്തകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പെന്നും പേപ്പറും എടുക്കുക, എന്നിട്ട് നമുക്ക് ഉണ്ടാവുന്ന ചിന്തകളൊക്കെ റൈറ്റ് ഡൗൺ ചെയ്യാം. എന്നിട്ട് അതേ നമ്മൾ എഴുതിയ സെന്റൻസിനെ ഒന്ന് പോസിറ്റീവ് ആക്കിയിട്ട് പറയാം, ഓക്കെ ഞാൻ പിന്നെ ഒന്നും പഠിച്ചിട്ടില്ല, ഞാൻ തോറ്റു പോകും, അതാണ് നമ്മളുടെ ചിന്ത വരുന്നതെന്ന് വിചാരിക്കുക, അത് അങ്ങനെ തന്നെ എഴുതുക. എന്നിട്ട് അതേ സെന്റൻസിനെ നമ്മൾ എന്ത് ചെയ്യുക, റീഫ്രെയിം ചെയ്തിട്ട് നേരത്തെ തോട്ടിനെ പറഞ്ഞതുപോലെ തന്നെ റീഫ്രെയിം ചെയ്തിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പൊ നമ്മൾ ഒരു കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരാളെടുത്ത് സംസാരിക്കുകയല്ലേ ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഇവിടെ നമുക്കൊരു കെയർ കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് മെത്തേഡാണ് ഈ ജേർണലിംഗ് എന്ന് പറയുന്നത്. ജേർണലിംഗിനെ കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ സ്ട്രെസ് കുറയുന്നതായിട്ട് പല പഠനങ്ങളും പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു സ്ട്രെസ് വരും. അതായത് സ്ട്രെസ് അല്ല, ടെൻഷൻ, ആങ്സൈറ്റി, ഇനി എന്ത് എഴുതും, ഞാൻ പഠിച്ചു, എല്ലാ കാര്യങ്ങളും പഠിച്ചു, ഞാൻ അത്രയും പ്രിപ്പയർഡ് ആയി, ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എല്ലാ ടൈം മാനേജ്മെന്റും കാര്യങ്ങളും ഒക്കെ ചെയ്തു, എന്നിട്ട് നമുക്ക് ആ ഒരു മൊമെന്റിൽ നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ എങ്ങനെ എഴുതും, എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആൻസർ ഷീറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന ആ ഒരു മൊമെന്റ് ഇല്ലേ, ആ ഒരു മൊമെന്റിൽ നമ്മൾ അങ്ങനെ ടോട്ടലി ബ്ലാങ്ക് ആയി പോകുന്ന ഒരു അവസ്ഥ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയങ്ങളിൽ നമുക്ക് എക്സാം ഹാളിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ നമുക്ക് അത്രയും വലിയ ടെക്നിക്കുകളും കാര്യങ്ങളും തെറാപ്പിയും അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇരുന്നിട്ട് യോഗയൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം എക്സാം ഹാളാണ്. അപ്പൊ നമുക്ക് അതിൻ്റെതായ പരിമിതികൾ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ നമുക്ക് അവിടുന്ന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമുണ്ട്, അതായത് ബ്രീതിങ് ടെക്നിക് എന്ന് പറയും. നിങ്ങൾ ചില ആൾക്കാർ അത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഇതുവരെ ചെയ്യാത്ത ആൾക്കാരുണ്ടാവും, ബട്ട് സ്റ്റിൽ നിങ്ങൾ കേട്ടിട്ടും ഉണ്ടാവും. എന്താണ് ബ്രീതിങ് ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവർക്കും നമുക്ക് എവിടെ വെച്ചും ഏത് സ്ഥലത്തും നമുക്ക് എന്താ പറയാ, പ്രത്യേകിച്ച് നമുക്കൊരു ഇൻസ്ട്രുമെന്റിന്റെയോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു മ്യൂസിക്കിന്റെയോ ഒരു ആവശ്യവും ഇല്ലാതെ നമുക്ക് സിംഗിൾ ആയിട്ട് നമുക്ക് എക്സാം ഹാളിൽ ഇരിക്കുകയാണ്, നമുക്ക് ടെൻഷൻ ഭയങ്കര നമുക്ക് കൺട്രോളിലല്ല പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒരു ചെറിയ ടെൻഷൻ ആണെങ്കിൽ പോലും നമുക്ക് എക്സാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെ എഴുതണം എന്നൊക്കെ ഉള്ള നമുക്ക് പല ചിന്തകളും എക്സാം ഹാളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് നമ്മുടെ എക്സാം ഹാളിൽ നമ്മൾ അലോട്ട് ചെയ്ത ആ ഒരു സീറ്റിലേക്ക് നമ്മൾ ഇരുന്നതിന് ശേഷം ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്, നമ്മൾ കണ്ണൊന്ന് അടക്കുക, കണ്ണടച്ചതിന് ശേഷം ജസ്റ്റ് ഒരു ബ്രീത് ഇൻ ആൻഡ് ബ്രീത് ഔട്ട്, ജസ്റ്റ് അത് മാത്രം ചെയ്താൽ മതി. അതായത് നിങ്ങൾ ജസ്റ്റ് അവിടെ പോയിരിക്കുക, ഒരു 3-4 പ്രാവശ്യം ബ്രീത് ഇൻ ആൻഡ് ബ്രീത് ഔട്ട് ചെയ്യുക. അതായത് അത് പ്രത്യേകിച്ച് ഒരു റിതം ഒന്നും വേണ്ട, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് ബ്രീത് ഇൻ ആൻഡ് ബ്രീത് ഔട്ട് ചെയ്യാം. അങ്ങനെ നിൽക്കുന്ന സമയങ്ങളിൽ നിങ്ങളുടെ ഹാർട്ട് റേറ്റ് ഉണ്ടല്ലോ, നമുക്ക് എക്സാം ഹാളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, കൈയിന്റെ അടിയിലൊക്കെ നല്ല രീതിയിൽ തണുപ്പ് വരും, അങ്ങനെ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണിത്. നമുക്ക് അങ്ങനെയാവുന്ന സമയത്ത് നമ്മുടെ ഹെൽത്ത് വൈസ് അല്ലെങ്കിൽ ഫിസിക്കൽ ബോഡീനെ നമ്മൾ കാം ഡൗൺ ചെയ്യുകയും നമുക്ക് അതായത് മെന്റലി നമുക്ക് ഉണ്ടാവുന്ന ഈ ഒരു ബ്രെയിനിലുള്ള ഇൻഫോർമേഷൻസും കാര്യങ്ങളും പിന്നെ നമ്മൾ തിരിച്ചെടുക്കണമല്ലോ, പേപ്പറിലേക്ക് നമ്മൾ എഴുതണമെങ്കിൽ ഇത് നമ്മുടെ മെമ്മറിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരണമല്ലോ. അങ്ങനെ ഇതൊരു ഒരു കംപ്ലീറ്റ് ഒരു സ്റ്റെബിലിറ്റിയിൽ എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മുടെ ബോഡി കാം ആവും, അതുപോലെ തന്നെ ബ്രെയിനിലേക്കുള്ള ആ ഒരു നമ്മളുടെ ആ ഒരു സ്റ്റിമുലസും കാര്യങ്ങളൊക്കെ ഒന്ന് കാം ആവും. അതിനു വേണ്ടിയിട്ടാണ് ഈ ബ്രീതിങ് ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് ചെയ്യാൻ വേണ്ടി പറയുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കോൺഫിഡൻസും കാര്യങ്ങളും ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ എക്സാം ഭയങ്കര മുൻകൂട്ടിയായിട്ട് ഇപ്പോ നമുക്ക് ഒരു വീക്ക് കൊണ്ട് തന്നെ നമുക്ക് പല ബാച്ചസും എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ എക്സാമിന്റെ ജസ്റ്റ് മുൻകൂട്ടി അല്ലെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരീക്ഷ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതിന്റെ ഒക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഏറെക്കുറെ ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
അപ്പോ ഈ കാര്യങ്ങൾ വെച്ചിട്ടും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ നമ്മളുടെ ലേൺ വൈസിന്റെ വേറെ കുറെ വീഡിയോസും കാര്യങ്ങളും എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് എങ്ങനെ ഒരു സബ്ജക്റ്റിനെ എക്സാമിൻ്റെതായ രീതിയിൽ കാണാം, അല്ലെങ്കിൽ എക്സാമിൻ്റെതായ രീതിയിൽ നമ്മൾ അതിനെ എങ്ങനെ അപ്പിയർ ചെയ്യാം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ വെച്ചിട്ട് ചെയ്തു നോക്കുക. അതായത് നമ്മളൊരു എക്സാമിന്റെ സ്ട്രാറ്റജി എന്താണ്, ഒരു എക്സാമിന്റെ ഒരു ലെവൽ ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി എന്നൊക്കെ പറഞ്ഞ് ഓരോരോ സബ്ജക്റ്റിനും അതിൻ്റെതായ ഒരു ഫോർമാറ്റ് ഉണ്ടാവും. അതിന്റെ ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് 2 or 3 പ്രാവശ്യം നിങ്ങൾ എന്തായാലും ഒരു സബ്ജക്റ്റിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് പരീക്ഷയുടെ ഒരു 2-3 ദിവസം മുമ്പെങ്കിലും നിങ്ങൾ ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്പിയർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എൻഷ്യൂർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പോ നിങ്ങളുടെ വീക്ക് സബ്ജക്ട്സുകൾ ഉണ്ടാവും, നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാവും, നമുക്ക് ഏറ്റവും താല്പര്യമില്ല അല്ലെങ്കിൽ നമുക്ക് പഠിച്ചു പോയി എന്ന് പറയുന്ന സബ്ജക്റ്റുകൾ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ നമുക്ക് എല്ലാ പേപ്പേഴ്സും ഇമ്പോർട്ടന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു ടോട്ടൽ മാർക്ക് തന്നെയാണ് നമ്മുടെ ഒരു ഫൈനൽ റിസൾട്ട് ആയിട്ട് വരിക. അപ്പോൾ ഈ സ്ട്രെങ്ത് ഏരിയാസ് മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മളുടെ വീക്ക് ഏരിയാസ് ആയിട്ടുള്ള സബ്ജക്റ്റുകളെയും നമ്മൾ ഇപ്പോ നേരത്തെ സുനീറ മാം പറഞ്ഞതുപോലെ തന്നെ വീക്ക് ആയിട്ടുള്ള ഏരിയാസ്, അതായത് നമുക്ക് നല്ലോണം പഠിച്ചിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് തോന്നുന്ന സമയങ്ങളിൽ നമുക്ക് കുറച്ചും കൂടെ അത് എംഫസൈസ് ചെയ്തിട്ട് പഠിക്കാനും ഒന്നുകൂടെ ശ്രമിക്കുക. അതായത് ഇമ്പോർട്ടന്റ് ഏരിയാസും ഇമ്പോർട്ടന്റ് സബ്ജക്ട്സുകളൊക്കെ ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ മെന്റേഴ്സും അല്ലെങ്കിൽ എല്ലാ ആൾക്കാരിൽ നിന്നും നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കിട്ടുന്നത്. അതൊക്കെ അഗ്രിഗേറ്റ് ചെയ്തിട്ട് അതൊന്ന് അനലൈസ് ചെയ്തിട്ട് വേണം ഓരോ സബ്ജക്ട്സിനെയും നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ പോസിറ്റീവ് അഫർമേഷൻസ് നമ്മൾ സെൽഫായിട്ട് കൊടുക്കാം. ഞാൻ പഠിക്കും, ഞാൻ ജയിക്കും, അത് മാത്രമേ നമുക്കുള്ള ചിന്തയുള്ളൂ. അതായത് ഞാൻ പാസ് ആവും, അല്ലെങ്കിൽ ഞാൻ എഴുതിയില്ലെങ്കിൽ എനിക്ക് ജൂലൈയിൽ എഴുതാം, അല്ലെങ്കിൽ എനിക്ക് അടുത്ത പിന്നെ എക്സാം വരുന്ന സമയത്ത് എഴുതാം, അങ്ങനെ ഒരു ചിന്ത വേണ്ട. കാരണം നമ്മൾ ഇത് എത്രത്തോളം ഇത് അകറ്റി പോകുന്നു അത് അത്രത്തോളം ബേർഡൻ ആയിട്ട് നമുക്ക് പിന്നാലെ തന്നെ വരുന്നുണ്ട്. നമ്മളുടെ വിലപ്പെട്ട സമയമാണ് പോകുന്നത്. അപ്പൊ ഇത്രയും ഒരു ടൈമിൽ നമ്മൾ ഇതിങ്ങനെ ചുമ്മാ ലാഗ് അടുപ്പിച്ചിട്ട് പോവാതെ കറക്റ്റ് ഒരു ഇപ്പോ ടേം ആൻഡ് എക്സാമിനേഷൻ അപ്ലൈ ഒക്കെ ചെയ്ത് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനൊക്കെ പ്രിപ്പയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് അപ്പിയർ ചെയ്യാം. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് ആ സമയത്ത് നോക്കിയാൽ പോരെ. ഇപ്പൊ എന്തായാലും നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിന്റേതായ രീതികളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനാലിസിസ് ഒക്കെ വെച്ച് ഇമ്പോർട്ടന്റ് ഏരിയാസ് ഒക്കെ ഒന്ന് സ്ട്രെസ് ഔട്ട് ചെയ്തിട്ട് പഠിക്കാം. പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും, ഉറക്കം ഒഴിക്കരുത്. കാരണം ഉറക്കത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി പവറിൽ നല്ലൊരു പാർട്ട് വഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബ്രെയിൻ. ഇപ്പൊ ബ്രെയിനിന് അതിൻ്റെതായ ഒരു സ്ലീപ്പ് സൈക്കിൾ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ എക്സാമിന്റെ തലേ ദിവസം നിങ്ങൾ ഓൾറെഡി പല സമയങ്ങളിലും പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും, എക്സാമിന്റെ സമയത്ത് നമുക്ക് മിനിമം 6 മുതൽ 7 വരെ മിനിമം ഉറക്കം വേണം. അതിന്റെ മേലിലായാലും പ്രശ്നമില്ല, ബട്ട് അതിൽ ഒരിക്കലും താഴാതെ നമ്മൾ നോക്കണം. അങ്ങനെ നമ്മൾ ഭയങ്കര ഉറക്കം കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്ക് ഒരു കാര്യങ്ങളും നടക്കില്ല. അതായത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരും, ഉറക്കം വന്നു കഴിഞ്ഞാൽ ഉറക്കം തന്നെ വരണമെന്നില്ല, നമുക്ക് നല്ല രീതിയിലുള്ള ക്ഷീണങ്ങൾ വരും. ക്ഷീണം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും പഠിച്ച കാര്യങ്ങൾ പേപ്പറിലോട്ടേക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക. കാരണം ബ്രെയിന് വർക്ക് ചെയ്യുന്നതാണ്. ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം. കാരണം നമ്മുടെ ബ്ലഡ് ഫ്ലോ, അതിന്റെ കാര്യങ്ങൾ, നമ്മുടെ ഹോർമോൺസ്, എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു കംപ്ലീറ്റ് സിസ്റ്റം, നമ്മുടെ ബോഡിയിലുള്ള ഒരു കംപ്ലീറ്റ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ ഫുഡ് കഴിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ വെള്ളം കുടിയും. അതുപോലെ ഫിസിക്കൽ എക്സസൈസ്, അതായത് നമ്മൾ പഠിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ജസ്റ്റ് ബ്രേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ബ്രേക്ക് എടുക്കുന്ന ടൈമുകളിൽ നമ്മൾ എന്തെങ്കിലും ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ ഫോൺ എടുത്ത് നോക്കാതെ ജസ്റ്റ് അവിടെ നിന്ന് ഇരുന്നതിന് ശേഷം ജസ്റ്റ് എഴുന്നേറ്റ് നിന്ന് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് പിന്നെ ഒന്ന് തിരിച്ചു വരാം. ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ജസ്റ്റ് ഒന്ന് എന്താ പറയാ, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ആണ് നമ്മുടെ ഈ ഒരു വാക്കിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ജസ്റ്റ് മുറ്റം വരെയാണ് വാക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ, ബട്ട് സ്റ്റിൽ അതൊരു വാക്കിംഗ് ആണ്, അതൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ആണ്. ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെതായ ഇമ്പാക്ട് നമ്മുടെ ബ്ലഡ് ലെവലിലും ബ്ലഡ് ഫ്ലോയിലും, നമ്മുടെ ബ്ലഡ് ഫ്ലോ ബ്രെയിനിലോട്ടേക്ക് പോകുന്ന രീതികളിലും അതിന്റെ ഇമ്പാക്റ്റുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോ ഞാൻ അധികം എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്, യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ട്രൂത്ത് ആണ്. അത് എല്ലാവർക്കും ഉണ്ടാവും. നല്ല രീതിയിൽ ആ സ്ട്രെസ്സിനെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെസ്സിനെ ഒരു ഗുഡ് സ്ട്രെസ് ആയിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. അപ്പോ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് എക്സാമിന് അപ്പയർ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവും, സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമ്മുടെ മെന്റേഴ്സ് എല്ലാവരും ഉണ്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡൗട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. നമ്മളിന്ന്
നമ്മുടെ എക്സാമിനെ എങ്ങനെ നേരിടണം എന്നുള്ളതിന്റെ സ്ട്രാറ്റജീസ് ആണ് ഡിസ്കസ് ചെയ്തത്. എക്സാമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, എക്സാമിന്റെ പാറ്റേണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, സയന്റിഫിക് ആയിട്ട് എങ്ങനെ നമ്മൾ സ്ട്രെസ് മാനേജ് ചെയ്യണം എന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എക്സാം ഹാളിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ എല്ലാത്തിനെ കുറിച്ചിട്ടും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് ആയിരുന്നു. അപ്പം ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ വേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ധൈര്യമായിട്ട് ചോദിക്കാം. നമ്മൾ അതിനുള്ള സൊല്യൂഷൻസ് എല്ലാം ഇവിടെ എല്ലാ മെന്റേഴ്സും ഉണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ അസൈൻമെന്റിനെ കുറിച്ചൊരു ഡൗട്ട് ചോദിക്കാനായിരുന്നു. ഞാൻ ഇത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരവിടെ വാങ്ങിച്ചു വെച്ചു. പക്ഷെ ഇത് അവിടെ സബ്മിറ്റ് ആയിട്ടുണ്ടോ, അത് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ എന്താ മാർഗം? ഓക്കെ, സഫീർ സബ്മിറ്റ് ചെയ്തതല്ലേ, അവിടെ കൊണ്ടുപോയി വെച്ചതല്ലേ? അതെ, ഞാൻ അപ്പൊ വേറെ അവരൊരു എക്നോളജ്മെന്റ് ഒരു എക്നോളജ്മെന്റ് സ്ലിപ്പ് തന്നിട്ടുണ്ടായിരുന്നോ? നമ്മൾ കൊടുത്ത എക്നോളജ്മെന്റ് സ്ലിപ്പ്? ഇല്ല, അവര് അത് ഗൂഗിളായിട്ട് അവര് ഓൺലൈൻ ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അവർ ഗൂഗിൾ ഫോം തന്നു, അതിൽ ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. വേറെ ഒരു പേപ്പറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. ഓൺലൈൻ ആയിട്ടായിരുന്നോ സബ്മിറ്റ് ചെയ്തത്? അല്ല, ഞാൻ വേറെ ആളെ ത്രൂ ആയിരുന്നു കോളേജിൽ എത്തിച്ചത്. ഏതാ സെന്റർ? ഏതാ? PSMO തിരുരങ്ങാടി. PSMO JDT അല്ലേ? അതെ. JDT അപ്പൊ അവര് മെന്റൽ. ഓക്കെ, ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ പറഞ്ഞു, ഇത്രയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് എടുത്തിട്ട്. പിന്നെ അവരോട് സ്ലിപ്പ് ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ഗൂഗിൾ ഫോം ചെയ്തിട്ടുണ്ടല്ലോ, ഇനി വേറെ ഒന്നിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് സബ്മിറ്റ് ഓക്കെ. ആയിട്ട് JDTന്റെ അണ്ടറിലാണെങ്കിൽ വേറെ ഒന്നിന്റെ ആവശ്യമില്ല. അവര് ആ ഗൂഗിൾ ഫോം ഒക്കെ ഫില്ല് ചെയ്താൽ മതി. പിന്നെ ഇനി നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ അവര് ഗ്രേഡ് കാർഡിന്റെ ലിങ്ക് ഒക്കെ തരും. അതുപോലെ വേറെ ലിങ്ക് നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള ഒരു ലിങ്ക് തരും. നമ്മുടെ അസൈൻമെന്റിന്റെ സ്റ്റേറ്റസ് എന്താന്നുള്ളത് ട്രാക്ക് ചെയ്യാനുള്ള ലിങ്ക് തരും. ആ ടൈമിലൊക്കെ നമുക്ക് ഒരു വാലുവേഷനിലാണോ, റിസൾട്ട് വന്നോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. അത് മെയിലിലൂടെയാണ് നമുക്ക് കിട്ടുക? അല്ല, അവര് നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളില്ലേ, സ്റ്റഡി സെന്ററിന്റെയും അതുപോലെ RCയുടെ ഒക്കെ വാട്സാപ്പ് ഗ്രൂപ്പുകളില്ലേ, ആ ഗ്രൂപ്പുകളിലൂടെ അവർ ഷെയർ ചെയ്യും. ഓക്കെ, ദാറ്റ്സ് ഫൈൻ, താങ്ക് യു. മാം, നമ്മുടെ എക്സാമിന് ആധാറിന്റെ കോപ്പി വേണം, പിന്നെ ഹാൾ ടിക്കറ്റ് വേണം. എക്സാമിന് ആധാറിന്റെ കോപ്പി ഒന്നും ആവശ്യമില്ല. യൂണിവേഴ്സിറ്റിയുടെ ഐഡി കാർഡും ഹോൾ ടിക്കറ്റും മതി. വന്നിട്ടില്ല, അപ്പൊ മസ്കറ്റിലായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു നാഷണൽ ID കയ്യിൽ വേണമെന്ന് പറഞ്ഞു. അത് അപ്പൊ അവിടെ ആധാർ ആയിട്ടാണ് കാർഡ് കേട്ടോ, കോപ്പി. പുറത്തായിട്ടാണ്. അപ്പൊ അതും കേരളത്തിനകത്താണെങ്കിൽ ഹാൾ ടിക്കറ്റും പിന്നെ ID കാർഡ് മതിയല്ലോ അല്ലേ? വേറൊന്നും മതി. വേണ്ടല്ലോ മാം? വേണ്ട. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ യൂണിവേഴ്സിറ്റിയുടെ ID കാർഡ് നിങ്ങൾ എടുത്തിട്ടില്ല എങ്കിൽ മാത്രം ഏതെങ്കിലും ഒരു ID പ്രൂഫ് കാണിക്കാം, ഫോട്ടോയുള്ളത് കാണിക്കാം. ജസ്റ്റ് ഓക്കെ മാം. നിങ്ങളാണ് എക്സാം എഴുതുന്നുള്ള പ്രൂഫ് കിട്ടാനായിട്ട്. കഴിവതും നിങ്ങൾ ID കാർഡ് കൊണ്ടുപോകുക. നിങ്ങളുടെ ID കാർഡും ഇപ്പോൾ തന്നെ എടുത്ത് വെക്കുക. നിങ്ങളുടെ ID കാർഡും അതേപോലെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റും ഒരു ഫയലിലോ കവറിലോ ആക്കി വെക്കുക. അത് ഡെയിലി നിങ്ങൾ എക്സാമിന് കൊണ്ടുവന്ന ബാഗ് ഏതാണോ അതിൽ നിങ്ങളത് വെച്ചിരിക്കുക, മറക്കാണ്ട് വെക്കുക. ഓക്കെ മാം. എല്ലാ പ്രാവശ്യവും ഓക്കെ മാം. സ്റ്റുഡൻസിനോട് പറയുന്നതാണ് ID കാർഡ് ഡൗൺലോഡ് ചെയ്ത് അത് ഒന്നെങ്കിൽ പ്രിന്റഡ് കോപ്പി ആയിട്ട് കയ്യിൽ വെക്കാം, അല്ലെങ്കിൽ അത് ലാമിനേറ്റ് ചെയ്ത് കയ്യിൽ വെക്കാവുന്നതാണ്. പ്രിന്റ് എടുത്തിട്ടുണ്ട് മാം. അപ്പൊ അത് മതിയല്ലോ, പ്രിന്റ് മതിയല്ലോ അല്ലേ? പ്രിന്റ് പ്രിന്റ് കയ്യിലുണ്ട്. ആയാലും മതി, കാരണം നമ്മൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നിടം വരെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് സേഫ് ഓക്കെ മാം. ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ലാമിനേറ്റ് ചെയ്ത് കയ്യിൽ വെക്കുക. ഒരു കളർ കോപ്പി എടുത്ത് ലാമിനേറ്റ് ചെയ്ത് കയ്യിൽ വെക്കുക. സാധാ ഒരു ID കാർഡ് ഓക്കെ മാം. കൊണ്ടുപോകുന്നത്. ഓക്കെ മാം, താങ്ക് യു. നമസ്കാരം മാഡം. ഹലോ പറഞ്ഞോളൂ. കേൾക്കാം. മാഡം, ഈ ഇഗ്നുവിന്റെ സ്റ്റഡി മെറ്റീരിയലിനകത്ത് വൊക്കാബുലറിയും കാര്യങ്ങളൊക്കെ ഇത്തിരി പാടാണല്ലോ. അപ്പൊ ഈ റീഡിംഗ് മെത്തേഡിനെ പറ്റി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയാണ് ഒരു സ്റ്റഡി മെറ്റീരിയൽ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളത്? ഇഗ്നോയുടെ സ്റ്റഡി മെറ്റീരിയൽ അത്ര കൊണ്ട് നമുക്ക് ടഫ് ഒന്നും അല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്കതൊരു റെഫറൻസ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. കണ്ടന്റും കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് വന്നാൽ മതി. നമുക്കിപ്പം GPT, ChatGPT അതേപോലെ തന്നെ മെറ്റ എല്ലാം അവൈലബിൾ ആണ്. പ്രോപ്പർ കണ്ടന്റ്, ആ ഒരു പോയിന്റ് വരുന്ന രീതിയിലുള്ള നോട്ട് നമുക്ക് പഠിക്കാം. ഇപ്പൊ ഡിഗ്രിയിൽ പഠിച്ച ടെക്സ്റ്റ് ബുക്ക് ആണ് നമുക്ക് ബെറ്റർ എങ്കിൽ അത് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നീരജ് പബ്ലിക്കേഷന്റെ ഒക്കെ നമ്മൾ എടുക്കുന്നതാണ്, ഇഗ്നോയിൽ എടുക്കുന്ന റെഫറൻസ് ആണ്, അതൊക്കെ എടുക്കാം. നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്ന ഏതാണോ നമുക്ക് ആ ടെക്സ്റ്റ് റെഫർ ചെയ്യാം. പക്ഷെ പോയിന്റ്സ് കറക്റ്റ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ മാം, ഈ സ്കിം റീഡിങ് അതുപോലത്തെ ഒരു ടൈം കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോഴേ ഒരു ചാപ്റ്റർ തന്നെ ഞാൻ കണ്ടാൽ റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടന്റ് കത്താൻ വേണ്ടി. അപ്പൊ അതിനു വേണ്ടി എന്തെങ്കിലും ഒരു മാർഗം? നമ്മുടെ ആപ്ലിക്കേഷനകത്ത് വാല്യൂ ആഡഡ് നോട്ട് നോക്കാറില്ലേ?
ഞാൻ തേർഡ് ഇയർ ആണ് മാഡം. അതിനകത്ത് നോക്കാറുണ്ട്. വാനുണ്ട്, വാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ പറയുന്നുണ്ട് ഇമ്പോർട്ടന്റ് പോയിന്റ് ഏതാന്ന് പറയുന്നുണ്ട്. അതിന്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ എടുത്താൽ മതി. ടെക്സ്റ്റിൽ ഇത് ഫോളോ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ജിപിറ്റിയിലൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ മാം, ഓക്കെ, താങ്ക് യു. പിന്നെ നമ്മളിപ്പോ ഒരു ഫസ്റ്റിലെ ഒരു 10 മിനിറ്റ്സ് നമ്മളിപ്പോ ക്വസ്റ്റ്യൻ വായിക്കാൻ വേണ്ടി മാറ്റി വെച്ചു. അവസാനം 10 മിനിറ്റ് അങ്ങനെ മാറ്റി വെക്കുന്നു. ബാക്കി നമുക്ക് 2 hours ഉള്ള ഒരു എക്സാം ആണെങ്കിൽ ഒരു 1 hour 40 മിനിറ്റ് നമുക്ക് കിട്ടും. ഈ 1 hour 40 മിനിറ്റിന് നമ്മൾ സെക്ഷൻ എക്ക് ഇത്ര മിനിറ്റ് എടുക്കാം, ബിക്ക് ഇത്ര എടുക്കാം, സി ഇത്രയ്ക്ക് എടുക്കാം. അങ്ങനെ നമുക്കൊന്ന് പറയാൻ പറ്റുമോ? 2 മണിക്കൂറുള്ള എക്സാം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഉള്ളൂ 2 മണിക്കൂർ വരുന്നത്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതേപോലെ എൻവിറോൺമെന്റൽ സ്റ്റഡീസേ വരുന്നുള്ളൂ. ഇത് രണ്ടിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ നമുക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. ലാസ്റ്റ് വരുന്നത് മാത്രമേ ഉള്ളൂ നമുക്കൊരു ആപ്ലിക്കേഷൻ പോലെ ഒരു ലെറ്റർ റൈറ്റിങ്ങോ അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യം വരുന്നുള്ളൂ. അതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എസ്എ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ ശരി 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിക്കാറില്ല. അതുകൊണ്ട് തന്നെ അധികം ലെങ്തിയിൽ നമുക്ക് ആൻസർ എഴുതേണ്ടി വരുന്നില്ല. കറക്റ്റ് ആയിട്ട് മജീദ് ഏതാണ് ബാച്ച് കോഴ്സ് ഏതാണ്? ബിക്കോസ് സൈക്കോളജിയിലൊക്കെ നമുക്ക് 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, എസ്പെഷ്യലി എംഎയിലൊക്കെ കംപ്ലീറ്റ് 2 hours ആണ്. ആണല്ലേ? ഓക്കെ. മജീദ് ഏതാ വരുന്നത്? കൊമേഴ്സ് ആണോ സൈക്കോളജി ആണോ ഏതാണെന്ന് വ്യക്തമാക്കായിരുന്നെങ്കിൽ നമുക്ക് ആൻസർ ഇച്ചിലൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാൻ പറ്റും. ഓക്കെ ഓക്കെ. എം എ സൈക്കോളജി ആകുമ്പോൾ നമുക്ക് 50 മാർക്സിലാണ് വരുന്നത്. 50 മാർക്സ് ആണ് നമ്മുടെ പിന്നെ ടോട്ടൽ ക്വസ്റ്റ്യന്റെ പറയുന്നത്. അപ്പൊ അതിൽ നമുക്ക് 3 സെക്ഷൻ ആണുള്ളത്. സാധാരണ ABC എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടാവും. എ സെക്ഷൻ മാത്രമാണ് എസ് എ ആയിട്ട് വരുന്നത്. ബാക്കിയുള്ളതൊക്കെ സി സെക്ഷൻ ഒക്കെ ആണെങ്കിൽ ഷോർട്ട് ആൻസർ ആണ്. 3 മാർക്സിന്റെ ഷോർട്ട് ആൻസർ ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതിലൊന്നും അധികം എഴുതാനില്ല. അപ്പൊ നമ്മുടെ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്തവർക്ക് അറിയായിരിക്കും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളതെന്നും ടൈം എങ്ങനെ നമ്മൾ ഇത്രയും സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് കിട്ടും എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരിക്കും. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സാം സ്പെഷ്യലിലൊക്കെ പറയുന്നത് ഒരു പ്രീവിയസ് ഇയറിലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് എഴുതി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ടൈം വേണ്ടി വരും. ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ വരിക. ചിലർക്കൊക്കെ നല്ലോണം അറിയാവുന്ന ആൻസർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എഴുതി തീർക്കാൻ പറ്റും. കുറച്ച് ആലോചിച്ചിരിക്കേണ്ടതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധികം സമയം വേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്ട്രാ 10 മിനിറ്റ്സ് ഉണ്ട്. ഒരു എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ 15 മിനിറ്റ് മുമ്പേ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്നു തുടങ്ങും. അപ്പോൾ ക്വസ്റ്റ്യൻസ് വായിക്കാനുള്ള ടൈം നമുക്ക് ഓക്കെയാണ്. ലാസ്റ്റ് ഉള്ള ടൈമാണ് ഒരു 10 മിനിറ്റ്സ്. നമ്മൾ എങ്ങനെയായാലും ക്വസ്റ്റ്യൻസ് ഒന്ന് വീണ്ടും നോക്കാനും ഒക്കെ സെറ്റ് ആണോ എന്നൊക്കെ ഒന്ന് ഉറപ്പുവരുത്താനൊക്കെ വേണ്ടിയിട്ട് ഇരിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഏറ്റവും നല്ലത് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഫസ്റ്റ് ടൈമിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഒന്ന് ആൻസർ ചെയ്ത് നോക്കിയാൽ മതി. ഹലോ, എന്റെ ഡൗട്ട്സ് എന്ന് പറയുന്നത് ഞാൻ സ്റ്റഡി സെന്റർ 1441 ആയിരുന്നു. ഹലോ, അപ്പൊ ഓക്കെ, ഞാൻ ഈ ലാസ്റ്റ് വീക്കില് എന്റെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അവിടുന്ന് ഒരു പ്രൂഫും തിരിച്ച് തന്നിട്ടില്ല, അക്നോളജ്മെന്റ് ഒന്നും തന്നിട്ടില്ല. ജസ്റ്റ് അവിടെ കൊടുക്കാൻ പറഞ്ഞു, അവർ കൊടുത്തു. അവിടെ ഒരു നോട്ട്ബുക്കിൽ അവര് ഡീറ്റെയിൽ എഴുതി വെച്ചു, ആരാ സബ്മിറ്റ് ചെയ്യണത്, എന്താണ് പേപ്പർ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് വിത്ത് കോൺടാക്ട് നമ്പർ അടക്കം വെച്ചു, എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ വേറെ ഒന്നും തന്നിട്ടില്ല. മാർവാനീസിൽ അങ്ങനെ കൊടുക്കാറില്ല. അതെ, ചില സെന്റേഴ്സിൽ മാത്രമേ കൊടുക്കാറുള്ളൂ. ഇപ്പൊ JDT ഒക്കെ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അക്നോളജ്മെന്റ് സ്ലിപ്പ്. കലൂരിന്റെ അണ്ടറിൽ വരുന്നത് മാത്രമേ അത് കൊടുക്കുന്നുള്ളൂ. അത് നിർബന്ധമുള്ള കാര്യമൊന്നും അല്ല, അവര് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അത് തന്നെ നമ്മുടെ ശരി. രണ്ടാമത്തെ ഗ്രേഡ് കാർഡ് ഒക്കെ വരുമ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ, ഞാൻ ശരിക്കും പറഞ്ഞാല് ഷെഡ്യൂളിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞ എക്സാമിന് അത്ര അങ്ങോട്ടൊന്നും ഇതുവരെ ഒന്നും പ്രിപ്പയർ ചെയ്യാനോ ഒന്നും സാധിച്ചിട്ടില്ല. ഇനി ഈ ഒരു ലാസ്റ്റ് മൊമെന്റില് ഞാൻ ഈ എക്സാം PDF മാത്രം നോക്കി പോയാൽ മതിയാവോ, അതോ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ PQ അനാലിസിസ് അതും മാത്രം നോക്കി പോയാൽ മതിയോ എന്നുള്ളതാണ്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കുക. പിന്നെ നമ്മുടെ എക്സാം സ്പെഷ്യൽ സെഷൻസ് ഉണ്ടല്ലോ, എക്സാം സ്പെഷ്യൽ റിവിഷൻസ് നടത്തുന്നുണ്ട്. ഓരോ ബ്ലോക്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ പ്രീവിയസ് ഇയറിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളതല്ലേ മാം ഓരോ ഇതിനു ശേഷം വരുന്ന? അതെ, നമുക്ക് റെക്കോർഡ് ലൈവ് എടുക്കുന്നതിന്റെ ആണെങ്കിലും റെക്കോർഡ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുമല്ലോ. അപ്പൊ അത് കണ്ടുപോയാൽ മതി. ഓരോന്നും അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ പേപ്പറും പഠിക്കുമ്പോൾ ജസ്റ്റ് ഒരു സെഷൻ ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതെന്നൊക്കെ, എന്നിട്ട് പഠിച്ചു. ഓക്കെ, താങ്ക് യു. 2 ഡൗട്ട്സ് ആണ്, ഒരു 30 സെക്കൻഡ്സ് കൊണ്ട് പറഞ്ഞു തന്നാൽ മതി. അതായത്
ആംഗിയ ഫോർ റീകോൾ സുനീറ മാം പറഞ്ഞായിരുന്നു. പിന്നെ ഈ PYQ യൂട്യൂബിൽ ആക്സസ് ചെയ്യുന്നതിന്റെ മെത്തേഡും കൂടെ ഒന്ന് പറഞ്ഞുതരാം. രണ്ടാമത് പറഞ്ഞത് മനസ്സിലായില്ല. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇല്ലേ, PYQ യൂട്യൂബ്, അതിന്റെ ആക്സസ് ചെയ്യുന്നതും കൂടെ ഒന്ന് പറഞ്ഞു തരണേ. ഓക്കെ, അത് നമ്മുടെ ലേൺ വൈസ് ചാനലില്ലേ, യൂട്യൂബിലെ ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനലില് PYQ ഏതാണ് സബ്ജക്ട് ഏതാ? MA സൈക്കോളജിയാ മാം. ഓക്കെ ഓക്കെ, MA സൈക്കോളജി ആണെന്നുണ്ടെങ്കിൽ MA സൈക്കോളജി PYQ അനാലിസിസ് എന്ന് ജസ്റ്റ് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ മതി. അപ്പൊ തന്നെ ഫസ്റ്റ് നമ്മുടെ ലേൺ വൈസിന്റെ വരും. അതല്ലാന്നുണ്ടെങ്കിൽ മെന്റർ ആരാണ്, മെന്റേഴ്സിന്റെ അടുത്ത് ചോദിച്ചാൽ ലിങ്ക് ഷെയർ ചെയ്ത് തരും. ആ ഒരു പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് തരും. അങ്ങനെയും നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് കേട്ടോ. PYQ പറയാമോ? ആക്റ്റീവ് റീകോൾ ആണോ? അല്ല, അതെ ഫോർ റീകോളിംഗ്. ഓക്കെ, ആക്റ്റീവ് റീകോളിംഗ് പറയുമ്പോൾ നമ്മള് പിന്നെ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളെയൊക്കെ വീണ്ടും വീണ്ടും റീകോൾ ചെയ്യിക്കാൻ വേണ്ടി നമ്മുടെ ബ്രെയിനിനെ ഒന്ന് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് അത് ആക്റ്റീവ് റീകോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്, ഒന്ന് സ്വന്തമായിട്ട് ഒരു ടോപ്പിക് പഠിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് സ്വന്തമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിന് ആൻസർ പറയുന്ന പോലെ ഒന്ന് ഉറക്കെ പറയുന്ന രീതിയിൽ തന്നെ ഒന്ന് ശ്രമിക്കുക. അതുപോലെ വേണമെങ്കിൽ നമുക്ക് റൈറ്റ് ഡൗൺ ചെയ്യാം. ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതുന്ന അതേപോലെ ഒരു എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് പോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് അതിന് ആൻസർ ചെയ്യാം. എഴുതുന്നതോടുകൂടെ നമുക്ക് ഒന്നുകൂടെ എളുപ്പത്തിൽ പഠിക്കാമല്ലോ. എഴുതുമ്പോൾ നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ, ഒരു 10 പ്രാവശ്യം വായിക്കുന്നതും 1 പ്രാവശ്യം എഴുതി പഠിക്കുന്നതും ഒരേപോലെയാണെന്ന് പറയും അല്ലെ. അത്രത്തോളം നമുക്ക് നമ്മുടെ ബ്രെയിനിൽ അത് ഒന്നും കൂടെ ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എഴുതുന്നത്. അപ്പൊ അതുപോലെ എഴുതി പഠിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു വളരെ നല്ലൊരു മെത്തേഡാണ് ടീച്ച് സംവൺ എൽസ് എന്ന് പറയുന്നത്. ഈ ആക്റ്റീവ് റീകോളിൽ വരുന്ന ഒന്നാണത്. വേറൊരാളെ പഠിപ്പിക്കും. നമ്മൾ സ്വയം പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ അറിയാൻ പറ്റും അതിനെപ്പറ്റി അല്ലെ, ഒന്നും കൂടെ നമുക്ക് അത് ഉള്ളിൽ നിൽക്കും. അതിനു വേണ്ടിയിട്ടാണ് മറ്റൊരാളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പൊ പഠിപ്പിക്കാൻ നമുക്കിപ്പോ നമ്മളെ സൈക്കോളജി പഠിപ്പിക്കാനൊന്നും ആരും ഇല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളെ മിററിന്റെ മുന്നിൽ നിന്നിട്ട് നമ്മളെ തന്നെ അങ്ങോട്ട് പഠിപ്പിക്കാം. ഓക്കെ, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു ഗാർഡനിലൊക്കെ പോയിരുന്നിട്ട് പറഞ്ഞാലൊക്കെ മതി. അതൊക്കെ നമുക്ക് നല്ല കാര്യമാണ്. പറയുമ്പോൾ നമുക്ക് സില്ലി ആയിട്ട് തോന്നുമെങ്കിലും അത് മെമ്മറൈസ് ചെയ്യാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ മാം, താങ്ക് യു വെരി മച്ച്. ഒരു ആംകി ആപ്പിന്റെ കാര്യം. ഓക്കെ, അത് നമുക്ക് പിന്നെ സ്പേസ്ഡ് റിപ്പീറ്റേഷന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അതുപോലെയുള്ള കുറെ ടൂൾസ് നമുക്കിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ അവൈലബിൾ ആണ്. അത് വേറൊന്നുമല്ല, നമുക്കിപ്പോ ഡേയ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. അലാറം ഒക്കെ സെറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഡേയ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. Day 1, Day 3, Day 5 എന്നൊക്കെ പറഞ്ഞിട്ട് സ്പേസ് ചെയ്തിട്ട് ഒരു ഡേ ഇടവിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് ഡേയിൽ നമ്മളൊരു ചാപ്റ്റർ 1 പഠിച്ചു, സെക്കൻഡ് ഡേയിൽ ചാപ്റ്റർ 2 പഠിച്ചു. ഇനി തേർഡ് ഡേ വരുമ്പോൾ ചാപ്റ്റർ 3 പഠിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് ചാപ്റ്റർ 1 ഒന്നുകൂടെ റീകോൾ ചെയ്യാം. അതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ സൈക്കോളജിയിൽ പഠിച്ചിട്ടുണ്ടല്ലോ, പുതിയത് പഠിക്കുമ്പോൾ പഴയത് മറന്നു പോകും എന്നുള്ളത് അല്ലെ. പുതിയ നോളജ് നമ്മുടെ ബ്രെയിനിൽ എത്തുമ്പോൾ പഴയത് മറന്നു പോകുന്ന ഒരു ഫോർഗെറ്റിംഗ് തിയറി ഉണ്ട്. അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ഒരു കാര്യം പഠിച്ചിട്ട് ടൈം ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് വീണ്ടും നമ്മളെ ഫോർഗെറ്റിംഗിലേക്ക് അത് പോകും. ആ ഒരു ഫോർഗെറ്റിംഗ് കർവ് എന്ന് പറയുന്ന കാര്യം നമ്മുടെ ഉള്ളിലുള്ള ഫോർഗെറ്റിംഗ് നടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്കൊന്ന് റിപ്പീറ്റ്. ഒരു ആപ്പിന്റെ കാര്യം, അങ്കി ANKI അങ്കി എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ANKI. ഓക്കെ, താങ്ക് യു ക്ലിയർ. താങ്ക് യു വെരി മച്ച്. ഹായ് മാം, ഞാൻ ആക്ച്വലി OMR ഷീറ്റിന്റെ ആ പ്രൊസീജിയർ ഒന്ന് പറഞ്ഞു തരാമോ? MBA അല്ലേ, OMR ഷീറ്റ് ഇല്ല കേട്ടോ. എൻവിറോൺമെന്റൽ സ്റ്റഡീസ് വരുന്നവർക്ക് മാത്രമേ OMR ഷീറ്റ് ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് എങ്ങനെയാ പേരും? നമുക്ക് ഉള്ള ഒരു ബുക്ക്ലെറ്റ്, സാധാരണ യൂണിവേഴ്സിറ്റിയുടെ റൂൾഡ് പേപ്പർ വരയിട്ട 28 പേജുള്ള ഒരു ബുക്ക്ലെറ്റ് ആയിരിക്കും. അതിൽ ഫ്രണ്ട് പേജിൽ നമുക്ക് നമ്മളുടെ ഡേറ്റ്, അതേപോലെ എൻറോൾമെന്റ് നമ്പർ എഴുതാനുള്ള ബോക്സസ് ഉണ്ടായിരിക്കും, സബ്ജക്റ്റിന്റെ കോഡ്, അതേപോലെ തന്നെ നമ്മളുടെ പേര്, സിഗ്നേച്ചർ, ഇൻവിജിലേറ്ററിന്റെ സിഗ്നേച്ചർ, ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യാനുള്ള ഒരു ഫ്രണ്ട് പേജ്. സാധാരണ എല്ലാ പബ്ലിക് എക്സാംസിനും നമുക്കൊരു ഫ്രണ്ട് പേജ് ഉണ്ട്. നമ്മുടെ അസൈൻമെന്റിന്റെ ഒക്കെ ഇവാലുവേഷൻ പേജിന്റെ കണ്ടില്ലേ ബോക്സ് ഒക്കെ, അതുപോലെ ഒരു ബോക്സ് ആകൃതിയിലുള്ള ഒരു ബുക്ക്ലെറ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ എൻറോൾമെന്റ് നമ്പർ എഴുതുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബാക്കിൽ നമ്മളുടെ എൻറോൾമെന്റ് നമ്പർ 10 അക്ക നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ 12 അക്ക നമ്പർ ആയിരിക്കാം. ബോക്സ് തന്നിരിക്കുന്നതിനകത്ത് 14 15 കോളംസ് ഉണ്ടായിരിക്കാം. അവസാനം വരുന്ന കോളം നമ്മൾ സ്ട്രൈക്ക് ചെയ്ത് വിടുക. നമ്മളുടെ കറക്റ്റായിട്ട് എൻറോൾമെന്റ് നമ്പർ എഴുതുമ്പോൾ വ്യക്തമായിട്ട് സൂക്ഷിച്ച് നോക്കി എഴുതുക. എൻറോൾമെന്റ് നമ്പർ ഒക്കെ എഴുതുമ്പോൾ
ഫ്രണ്ടിൽ. അപ്പൊ ഫ്രണ്ടിൽ നമുക്ക് ഇൻവിജിലേറ്ററിന്റെ സൈന് മസ്റ്റ് ആയിട്ടും എക്സാം ഹോളിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ആൻസർ ഷീറ്റിനകത്ത് ഇൻവിജിലേറ്ററിന്റെ സൈന് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ പേജസും കറക്റ്റ് ആയിട്ട് ഉണ്ടോ എന്ന് നോക്കാം. പിന്നെ OMR ഷീറ്റ് വരുന്നത് എൻവിറോൺമെന്റൽ സ്റ്റഡീസിൽ മാത്രമേ ഉള്ളൂ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെയും വരുന്നത്. അത് ഡിഗ്രി സ്റ്റുഡൻസിന് മാത്രമേ ഉള്ളൂ, PGക്കാർക്ക് വരുന്നില്ല. എന്റെ സോഷ്യോളജി സ്വപ്നയാണേ. എനിക്ക് ചോദിക്കാനുള്ള വാണി മാം പറഞ്ഞ ഒരു കാര്യത്തിനാണ്, അതായത് 28 പേജസ് ഉണ്ടാവും എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ നമ്മളുടെ MS ഈ അവർ തരുന്ന പേപ്പർ യൂണിവേഴ്സിറ്റി, അപ്പോ നമ്മൾക്ക് MS സോഷ്യോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ എല്ലാം കണ്ടിരിക്കുന്നത് 10 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിൽ നിന്ന് 5 എണ്ണം എഴുതിയാൽ മതി. ഏതെങ്കിലും 2 സെക്ഷൻ ആയിരിക്കും, ഓരോന്ന് 20 മാർക്കിന്റെ. അപ്പൊ 20 മാർക്കിന്റെ പേജ് വാണിമാൻ പറഞ്ഞത് 7 പേജെങ്കിലും നമ്മൾ എഴുതിയിരിക്കണമെന്നാണല്ലോ. അപ്പൊ നമ്മൾ ഈ 28 പേജ് വെച്ച് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. 7 പേജ് എന്നല്ല, 5 തൊട്ട് 7 പേജ് വരെ. അതിൽ നമുക്ക് 5 പേജ് ആയാലും കുഴപ്പമില്ല. ഇല്ല, നമ്മളുടെ ടാക്റ്റിലാണ്. എല്ലാ ക്വസ്റ്റ്യനും നമ്മൾക്ക് അറിയാമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മാനേജ് ചെയ്യണം. ചില ക്വസ്റ്റ്യൻ നമുക്ക് അറിയത്തില്ലായിരിക്കും, 3 പേജേ ഉള്ളായിരിക്കാം. അപ്പൊ അറിയുന്ന ക്വസ്റ്റ്യന് മാക്സിമം ലെങ്തിൽ എഴുതുക, മാക്സിമം 28 പേജ് ഫില്ല് ചെയ്യുക, അതിനകത്തിരിക്കുന്ന രീതിയിൽ മാനേജ് ചെയ്യുക. നല്ലതുപോലെ അറിയാവുന്നത് എഴുതുക. അറിയാത്ത ക്വസ്റ്റ്യൻസിന്റെ പേജ് കുറച്ച് യൂട്ടിലൈസ് ചെയ്താലും ഇവിടെ അത് കവർ ചെയ്ത് പോകണം. ആ രീതിയിൽ എഴുതാം. അതൊന്നും അറിയാം. താങ്ക് യു. നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം നിങ്ങൾ SSC വഴിയോ അല്ലെങ്കിൽ മെന്റേഴ്സ് വഴിയോ നമുക്ക് ക്ലിയർ ചെയ്ത് കിട്ടും. അപ്പൊ നിങ്ങളുടെ പേഴ്സണൽ മെന്റർ അല്ലെങ്കിൽ SSCസുമായി കണക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു സെഷനിൽ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ലേണേഴ്സിനും താങ്ക് യു സോ മച്ച്. ആൻഡ് ഓൾ ദ മെന്റേഴ്സ്, നമുക്ക് ഈ സെഷൻ ഇത്രയും നല്ല രീതിയിൽ എടുത്തു തന്ന വാണി മാം, സുനീറ മാം, രാഖി മാം ആൻഡ് അക്ഷര മാം, എല്ലാവരോടും പ്രത്യേകം താങ്ക്സ് പറയാണ്. അതേപോലെ നമ്മുടെ ഇത്രയും നേരമുള്ള ഒരു സെഷനിൽ നിങ്ങളുടെ എല്ലാവരുടെയും ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് ഇത് അമേസിംഗ് ആണ്. അതുപോലെയുള്ള നിങ്ങളുടെ ചോദ്യങ്ങളും എല്ലാം. സോ എല്ലാവരോടും ഒത്തിരി താങ്ക്സ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവർക്കും നല്ലൊരു എക്സാം ആവട്ടെ. എക്സലന്റ് സ്കോറോട് കൂടിയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.